അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ വിശ്വാസികളെ, MSM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന 28ാമത് ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ സിലബസ് സൂറത്തു സ്വാദിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം ഇവിടെ നിർവഹിക്കുന്നത്. സൂറത്തു സ്വാദ് മക്കയിൽ അവതരിച്ച അധ്യായമാണ്. 88 വചനങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വാദ് വൽ ഖുർആനി ദിദ്ദിക്ർ. സ്വാദ് ഉത്ബോധനത്തിൻ്റെതായ ഖുർആൻ തന്നെയാണ് സത്യം. അത് യഥാർത്ഥം തന്നെയാണ്. സ്വാദ് എന്നത് വിശുദ്ധ ഖുർആനിൽ പല അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ഇത്തരത്തിലുള്ള കേവലാക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം. ദിക്ർ എന്നാൽ ഉത്ബോധനം, ഉപദേശം, സ്മരണ, ഇതൊക്കെ ഉള്ളതായ എന്നാണ് അർത്ഥം. ബലില്ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖ്. പക്ഷേ അവിശ്വസിച്ചിട്ടുള്ളവർ ഊറ്റത്തിലും ചേരിപിരിവിലുമാകുന്നു. ബൽ എന്ന വാക്കിനർത്ഥം പക്ഷേ, എങ്കിലും എന്നെല്ലാമാണ്. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, യഥാർത്ഥ വിശ്വാസത്തെ നിഷേധിച്ചവർ എന്നെല്ലാമാണ് അല്ലദീന കഫറു എന്നതിൻ്റെ അർത്ഥം. ഫി ഇസ്സത്തിൻ, അഹങ്കാരത്തിൽ, ദുരഭിമാനത്തിൽ, ഊറ്റത്തിൽ എന്നൊക്കെയാണ് ഇസ്സത്ത് എന്നതിന് അർത്ഥം നൽകിയിരിക്കുന്നത്. ഷിഖാഖ് എന്ന വാക്കിനർത്ഥം ചേരിതിരിവ്, കക്ഷിത്വം എന്നെല്ലാമാണ്. കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ ഫനാദൗ വലാ തഹീന മൻഹാസ്. അവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർ വിളിച്ച് രക്ഷക്കപേക്ഷിച്ചു. അത് ഓടി രക്ഷ പ്രാപിക്കുന്ന അവസരമല്ല താനും. ഹീന മനാസ് എന്ന വാക്കിനർത്ഥം ഓടി രക്ഷപ്പെടുന്ന അവസരം എന്നാണ്. വഅജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. അവർക്ക് തങ്ങളിൽ നിന്നും ഒരു മുന്നറിയിപ്പുകാരൻ വന്നതിനാൽ അവർ ആശ്ചര്യപ്പെടുന്നു. ആ അവിശ്വാസികൾ പറയുകയും ചെയ്യുന്നു, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാണ് എന്ന്. വഅജിബു എന്ന വാക്കിൻ്റെ അർത്ഥം അവർ ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. സാഹിർ എന്നാൽ ജാലവിദ്യക്കാരൻ, ആഭിചാരക്കാരൻ, മാരണക്കാരൻ എന്നെല്ലാമാണ്. കദ്ദാബ് എന്ന വാക്കിന് വ്യാജവാദി, കള്ളവാദി എന്നെല്ലാമാണ് അർത്ഥം. ഇതുപോലെ ചില സൂറത്തുകളുടെ ആരംഭത്തിലുള്ള കേവലാക്ഷരങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ പല അധ്യായങ്ങളുടെയും വിശദീകരണത്തിൽ അമാനി മൗലവി റഹിമഹുല്ല തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദിക്ർ എന്ന വാക്കിന് കീർത്തി എന്നും ഉപദേശമെന്നും അർത്ഥമുള്ളതുകൊണ്ട് ഇവിടെ ചിലർ ആ അർത്ഥങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഖുർആൻ ജനങ്ങൾക്ക് ഉത്ബോധനവും ഉപദേശവും നൽകുന്നതുപോലെ അതിൻ്റെ അനുയായികൾക്ക് അത് കീർത്തിയും പ്രശസ്തിയും നേടിക്കൊടുക്കുന്നു. ഉത്ബോധനം അഥവാ ഉപദേശം എന്ന അർത്ഥമാണ് ഇവിടെ കൂടുതൽ അനുയോജ്യമെന്ന് 8ാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഖതാദ റളിയല്ലാഹു അൻഹു, ഇബ്നു ജരീർ റഹിമഹുല്ല, ഇബ്നു കസീർ റഹിമഹുല്ല മുതലായവർ ആ അർത്ഥത്തിന് മുൻഗണന നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ, മുൻദിർ എന്ന് ഈ ആയത്തുകളിൽ വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണ്. തങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസാചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് തങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു പ്രവാചകനായി, ദൈവദൂതനായി നിയോഗിക്കപ്പെട്ടത് ബഹുദൈവ വിശ്വാസികളായ മക്കയിലെ മുശ്രിക്കുകൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ് അവരുടെ ആശ്ചര്യത്തിന് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ വേണ്ടത്ര തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നിരത്തിവെച്ചുകൊണ്ടാണ് അവരെ സമീപിക്കുന്നത്. അവയെ നേരിടുവാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ അവർ കണ്ടുപിടിച്ചൊരു സൂത്രമാണ് വഹാദ സാഹിറുൻ കദ്ദാബ്, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാണ് എന്ന വാദം. ഈ വാദത്തിന് അവർ കൊണ്ടുവരുന്ന ചില ന്യായീകരണങ്ങളാണ് അടുത്ത വചനങ്ങളിൽ കാണുന്നത്. അവർ പറയുന്നു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. പല ദൈവങ്ങളെ ഇവൻ ഒരേ ദൈവമാക്കിയിരിക്കുകയാണോ?
നിശ്ചയമായും ഇത് അത്യാശ്ചര്യകരമായ ഒരു കാര്യം തന്നെയാണ്. وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد. അവരിൽ നിന്നുള്ള പ്രധാനികൾ ഇങ്ങനെ പറഞ്ഞു, സ്ഥലം വിടുകയും ചെയ്തു. നടക്കുവിൻ, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളിൽ ഉറച്ചു നിന്ന് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുവിൻ. നിശ്ചയമായും ഇത് ഉദ്ദേശപൂർവം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق. അവസാനത്തെ മതനടപടിയിൽ ഇതിനെപ്പറ്റി നാം കേൾക്കുകയുണ്ടായിട്ടേയില്ല. ഇതൊരു കൃത്രിമ സൃഷ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. മില്ലത്ത് എന്ന വാക്കിനർത്ഥം മതനടപടി, മാർഗം എന്നെല്ലാമാണ്. أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب. നമ്മുടെ ഇടയിൽ നിന്ന് മറ്റാർക്കുമില്ലാതെ ഇവന്റെ മേൽ തന്നെ ഈ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണോ? പക്ഷേ അത്രയുമല്ല, അവർ എൻ്റെ ഉത്ബോധനത്തെ സംബന്ധിച്ച് തന്നെ സംശയത്തിലാണ്. എന്നാൽ എൻ്റെ ശിക്ഷയെ ഇതുവരേക്കും അവർ രുചി നോക്കുകയുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനൊക്കെ അവർക്ക് ധൈര്യം തോന്നുന്നത്. ലമ്മ യദൂഖു, അവർ രുചിച്ചു നോക്കിയിട്ടില്ല, ആസ്വദിച്ചിട്ടില്ല എന്നാണ് ആ പരാമർശത്തിൻ്റെ അർത്ഥം. അദാബ് എന്നാൽ ശിക്ഷ എന്നാണ്. ലമ്മ യദൂഖു അദാബി എന്ന് പറയുമ്പോൾ എൻ്റെ ശിക്ഷ അവർ ആസ്വദിച്ചിട്ടില്ല, രുചിച്ചു നോക്കിയിട്ടില്ല എന്നാണ്. പല ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് രോഗശയ്യയിലായിരുന്നപ്പോൾ അബൂജഹൽ ഉൾപ്പെടെയുള്ള ഖുറൈശി തലവന്മാർ അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി. മുഹമ്മദ് തങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുകയും അത്തരത്തിലുള്ള ഒരുപാട് തിന്മകൾ ചെയ്തു വരുന്നു എന്നാണ് അവരുടെ വാദം. അത് നിർത്തലാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അബൂ ത്വാലിബിനെ അബൂജഹലിനെ പോലെയുള്ളവർ സമീപിക്കുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് വിവരമറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായി പറഞ്ഞത്, അവരിൽ നിന്ന് ഒരു വാക്കേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അതവർ പറഞ്ഞാൽ അറബികൾ അവർക്ക് കീഴൊതുങ്ങുകയും അറബികളല്ലാത്തവർ അവർക്ക് വിധേയരാവുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ 1 അല്ല 10 വേണമെങ്കിലും പറയാമെന്നായിരുന്നു അവരുടെ പ്രതികരണം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന വാക്ക് കേട്ടപ്പോൾ മുശ്രിക്കുകൾ ക്ഷുഭിതരാവുകയാണ് ചെയ്തത്. പല ദൈവങ്ങളെ നീ ഒറ്റ ദൈവമാക്കുകയാണോ? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, പല ദൈവങ്ങളെ നീ ഒരേ ദൈവമാക്കുകയാണോ? തീർച്ചയായും ഇത് വളരെ ആശ്ചര്യകരമായൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്ഥലം വിട്ടുവെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇമാം അഹ്മദും നസായിയുമെല്ലാം ഉദ്ധരിച്ച ഹദീസുകളിൽ ഈ സംഭവം നമുക്ക് കാണാം. ഇങ്ങനെയുള്ള സംഭവങ്ങളെയും പ്രസ്താവനകളെയും ചൂണ്ടിക്കാട്ടുന്നതാണ് ഈ ആയത്തുകൾ. മുഹമ്മദിൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത് എന്നും ചെവി കൊടുത്താൽ അത് കേട്ടുപോയാൽ നാം നമ്മുടെ ദൈവങ്ങളെ പുറന്തള്ളേണ്ടി വരുമെന്നും അതുകൊണ്ട് എന്തും സഹിച്ച് നമ്മുടെ ദൈവങ്ങളിൽ നാം ഉറച്ചു നിൽക്കണമെന്നും നേതാക്കൾ സ്വയം തീരുമാനിക്കുകയും ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. ബഹുദൈവാരാധന അത് പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികന്മാർ അനുഷ്ഠിച്ചു വരുന്നതാണ്. മാത്രമല്ല ഒരു പ്രകാരത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അത് എല്ലാ മതസ്ഥരിലും കാണാം. ഏറ്റവും അവസാനത്തെ മതാനുയായികളാണ് ക്രിസ്ത്യാനികൾ. അവരിലുമുണ്ട് ത്രിദൈവ വിശ്വാസം. അപ്പോൾ എന്തോ ചില സ്വാർത്ഥ താൽപ്പര്യങ്ങളെ മുൻനിർത്തി താൽപ്പര്യപൂർവം സ്വന്തം ഇഷ്ടപ്രകാരം മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ ഏകത്വ സിദ്ധാന്തം, ഈ തൗഹീദ് എന്നൊക്കെയാണ് മക്കയിലെ മുശ്രിക്കുകൾ സമർത്ഥിക്കുന്നത്. പ്രധാനികളും നേതാക്കളുമായ തങ്ങളെപ്പോലുള്ള എത്രയോ ആളുകൾ അറബികളിൽ ഉണ്ടായിരിക്കെ കേവലം ദരിദ്രനും സാധുവുമായ മുഹമ്മദിന് ദിവ്യദൗത്യവും വേദഗ്രന്ഥവും നൽകപ്പെടുകയോ? ഞങ്ങളിൽ ആർക്കെങ്കിലുമല്ലേ അങ്ങനെയുണ്ടെങ്കിൽ അത് ലഭിക്കേണ്ടത്? ഇതൊക്കെയാണ് അവരുടെ മറ്റൊരു വാദം. ഇവരുടെ ഈ പ്രസ്താവനകൾ കേട്ടാൽ ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രമാണ് വിശ്വാസമില്ലാത്തതെന്നും അള്ളാഹുവിൽ നിന്ന് പ്രവാചകന്മാർ മുഖേന
ജനങ്ങൾക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനെ ഇവർ പാടെ നിഷേധിക്കുന്നില്ലെന്നും തോന്നുമല്ലോ. പക്ഷേ വാസ്തവം നേരെ മറിച്ചാണ്. ബൽഹും ഫി ഷക്കിം മിൻ ദിക്രി. പക്ഷേ അത്രയുമല്ല, അവർ എൻ്റെ ഉത്ബോധനത്തെ സംബന്ധിച്ചും സംശയത്തിലാണ് എന്ന ആയത്ത് അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയുള്ള അപവാദങ്ങളും ആരോപണങ്ങളും അടിസ്ഥാനമാക്കി സത്യനിഷേധത്തിന് ഇവർ ഒരുമ്പെടാനുള്ള സാക്ഷാൽ കാരണം അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. ബല്ലമ്മ യദൂഖു അദാബി. അവർ ഇതേവരെ എൻ്റെ ശിക്ഷ രുചിച്ചു നോക്കിയിട്ടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച് അല്പമെങ്കിലും അവർക്കറിയാമായിരുന്നെങ്കിൽ ഇത്തരം വാദങ്ങളൊന്നും പറയാൻ, അത് പുറപ്പെടുവിക്കാൻ അവർക്ക് ധൈര്യം വരുമായിരുന്നില്ല എന്നാണ് അർത്ഥം. അള്ളാഹു ചോദിക്കുന്നു, عندهم خزائن رحمة ربك العزيز الوهاب. അഥവാ പ്രതാപശാലിയായ മഹാദാനശീലനായ നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യ ഭണ്ഡാരങ്ങൾ അവരുടെ പക്കലുണ്ടോ? ഖസായിൻ എന്ന വാക്കിന് ഭണ്ഡാരങ്ങൾ, നിക്ഷേപങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അൽ അസീസ് എന്നാൽ പ്രതാപശാലിയായ, അൽ വഹാബ് എന്നാൽ വളരെ മഹാദാനശീലനായ എന്നെല്ലാമാണ് അർത്ഥം. أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب. അഥവാ അതല്ലെങ്കിൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും ഭരണാധിപത്യം അവർക്കുണ്ടോ? എന്നാൽ അവർ അതിൻ്റെ മാർഗങ്ങളിൽ കയറി നോക്കട്ടെ. മുൽക്കുസമാവാത്ത് എന്നാൽ ആകാശങ്ങളുടെ ഭരണാധിപത്യം, രാജത്വം എന്നാണ് അർത്ഥം. ഫൽ യർത്തഖൂ എന്നാൽ അവർ കയറി ചെല്ലട്ടെ. ഫിൽ അസ്ബാബ് എന്നാൽ കാരണങ്ങളിൽ, അതിൻ്റെ മാർഗങ്ങളിൽ എന്നെല്ലാമാണ് അർത്ഥം. ജുന്ദും മാ ഹുനാലിക മഹ്സൂമും മിനൽ അഹ്സാബ്. മിത്രകക്ഷികളിൽപ്പെട്ട പരാജയപ്പെട്ടു പോകുന്ന എന്തോ തുച്ഛമായൊരു സൈന്യമാണ് അവിടെയുള്ളത്. മഹ്സൂം എന്നാൽ പരാജയപ്പെടുത്തപ്പെടുന്ന എന്നാണ് അർത്ഥം. ജുന്ദ് എന്നാൽ സൈന്യം, പട്ടാളം എന്നെല്ലാമാണ് അർത്ഥം. മിനൽ അഹ്സാബ് എന്നാൽ മിത്രകക്ഷികളിൽപ്പെട്ട, സഖ്യകക്ഷികളിൽപ്പെട്ട എന്നെല്ലാമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ സൂക്ഷിപ്പ് അവരുടെ പക്കലാണെങ്കിൽ പ്രവാചകത്വം, വഹയ്യ് മുതലായ അനുഗ്രഹങ്ങളെല്ലാം അവർ ഇഷ്ടപ്പെടുന്നവർക്ക് വീതിച്ചു കൊടുക്കാനും അവരുടെ ഇഷ്ടം പോലെ ഉപയോഗപ്പെടുത്താനും അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ആകാശഭൂമികളുടെ ഭരണാധിപത്യം അവരുടെ പക്കലാണെങ്കിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് ലോകകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നടപ്പിൽ വരുത്തുവാനും അവർക്ക് കഴിയുമായിരുന്നു. അതൊന്നും അവരുടെ കൈവശമല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമ നടപടികളെ ചോദ്യം ചെയ്യാൻ യാതൊരു അർഹതയും അവകാശവും അവർക്കില്ല. ഇനി അങ്ങനെ വല്ലതുമുണ്ടെന്ന് അവർക്ക് വാദമുണ്ടെങ്കിൽ ആകാശങ്ങളിൽ കയറിച്ചെന്നോ മറ്റു മാർഗങ്ങളിൽ പ്രവേശിച്ചോ അവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തുവാൻ അവരൊന്ന് ശ്രമിക്കട്ടെ. അതൊന്ന് കാണാമല്ലോ എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ മുൻ പ്രവാചകന്മാർക്കെതിരിൽ സംഘടിക്കുകയും അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരായി നശിക്കുകയും ചെയ്ത പല ജനതകളുടെയും കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘമാണ് മക്ക പരിസരത്തുള്ള മുശ്രിക്കുകളും. അതെ, വളരെ തുച്ഛവും നിന്ദ്യവുമായ ഒരു സംഘം മാത്രം. അടുത്ത കാലത്ത് തന്നെ അവർ പാടെ പരാജയപ്പെട്ടു പോകുന്നതാണ്. അവർക്ക് വളർച്ചയില്ല, നിലനിൽപ്പുമില്ല എന്ന് ഈ ആയത്ത് സൂചിപ്പിക്കുന്നു. ബദർ യുദ്ധത്തോടു കൂടി ആ ജനതയുടെ നട്ടെല്ലൊടിയുകയും മക്ക വിജയത്തോടു കൂടി അവർ നാമാവശേഷമാവുകയും ചെയ്തു എന്ന ചരിത്രം നമുക്കറിയാം. മാ എന്ന വാക്കിന് എന്ത്, ഏത് എന്നൊക്കെയാണ് വാക്കർത്ഥം. ആധിക്യത്തെയും മഹത്വത്തെയും ഉദ്ദേശിച്ചുകൊണ്ടും നേരെ മറിച്ച് അല്പത്വത്തെയും നിന്ദ്യതയെയും ഉദ്ദേശിച്ചുകൊണ്ടും അതിനെ മറ്റു വാക്കുകളോട് ചേർത്തുപയോഗിക്കാറുണ്ട്. ജുന്തുമ്മ എന്ന ആയത്തിൽ ഈ പരാമർശമുണ്ടാകുമ്പോൾ ഏതാണ് ഉദ്ദേശമെന്ന് സന്ദർഭം കൊണ്ടാണ് മാ എന്ന ആധിക്യത്തെ, അല്ലെങ്കിൽ അത് നേരെ തിരിച്ചാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജുന്തുമ്മ എന്ന വാക്കിന് ഇവിടെ രണ്ടാമത്തെ ഉദ്ദേശമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ടാണ് അതിന് മേൽക്കണ്ട വ്യാഖ്യാനം സ്വീകരിക്കപ്പെട്ടത്. ഒരുപക്ഷെ എന്തോ വമ്പിച്ച ഒരു സൈന്യം എന്ന് പരിഹാസ രൂപത്തിൽ മുശ്രിക്കുകളെക്കുറിച്ച് പറഞ്ഞതുമായിരിക്കാം. അല്ലാഹു ആലം. ഷിർക്കിൻ്റെ സൈന്യമാകുന്ന അവരുടെ സഹകക്ഷികൾ ഏതാണ് എന്ന് അടുത്ത വചനങ്ങളിൽ കാണാൻ സാധിക്കും. كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد. നൂഹിൻ്റെ ജനതയും ആദ് ഗോത്രവും
ആണികളുടെ ആളായ ഫിർഔനും ഇവരുടെ മുമ്പ് വ്യാജമാക്കുകയുണ്ടായി. കദ്ദബത്ത് എന്നാൽ വ്യാജമാക്കി എന്നാണ് അർത്ഥം. ഫിർഔൻ, നൂഹ്, ആദ് ഇതെല്ലാം വിശുദ്ധ ഖുർആൻ മറ്റു സ്ഥലങ്ങളിൽ പരാമർശിച്ച വ്യക്തികളും സമൂഹങ്ങളുമാണ്. ദുൽ ഔത്താദ് എന്നതിന് കുറ്റികളുടെ, ആണികളുടെ ആളായ എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത്. وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب. സമൂദ് ഗോത്രവും ലൂത്തിൻ്റെ ജനതയും ഐക്കത്തുകാരും വ്യാജമാക്കി. അക്കൂട്ടരത്രേ മിത്രകക്ഷികൾ, അൽ അഹ്സാബ്. ഐക്കത്ത് എന്ന വാക്കിന് യഥാർത്ഥത്തിൽ അസ്ഹാബുൽ ഐക്ക, അത് ഒരു സമൂഹത്തെ സൂചിപ്പിക്കുകയാണ്. ഐക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം മരക്കാവ് എന്നാണ്. തമ്പും കൂടാരവും കെട്ടുമ്പോൾ അവയെ 4 വശത്തേക്കും വലിച്ചു കെട്ടി ഉറപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന കുറ്റികൾ എന്നാണ്, ആണികൾ എന്നാണ് ഔത്താദ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഫിർഔനിനെക്കുറിച്ച് ഇവിടെയും മറ്റു ചില സ്ഥലത്തും ദുൽ ഔത്താദ്, കുറ്റികളുടെ ആൾ അഥവാ കുറ്റികൾ ഉപയോഗപ്പെടുത്തിയിരുന്നവൻ എന്ന് ഖുർആനിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. 2-3 പ്രകാരത്തിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഒന്ന്, കാറ്റിലും മറ്റും ഇളക്കം പറ്റാതെ തമ്പുകളെ കുറ്റി തറച്ച് ഉറപ്പിക്കുന്നത് പോലെ തൻ്റെ ഭരണത്തെയും സാമ്രാജ്യത്തെയും സുശക്തമായി ഉറപ്പിച്ചവൻ. 2ാമത്തെ വ്യാഖ്യാനം പട്ടാള ശക്തിയാകുന്ന കുറ്റികൾ ധാരാളമുള്ളവനെന്നാണ്. 3ാമത്തേത് ജനങ്ങളെ ശിക്ഷിക്കുമ്പോൾ ശരീരത്തിൽ കുറ്റി തറച്ച് വളരെ നിർദ്ധയമായി ശിക്ഷിച്ചിരുന്നവൻ എന്ന്. ഇവയിൽ ആദ്യത്തേതിനാണ് കൂടുതൽ മുൻഗണന നൽകപ്പെട്ടിട്ടുള്ളത്. അഥവാ കാറ്റിലും മറ്റും ഇളക്കം പറ്റാതെ തമ്പുകളെ കുറ്റി തറച്ചുറപ്പിക്കുന്നത് പോലെ തൻ്റെ ഭരണത്തെയും സാമ്രാജ്യത്തെയും സുശക്തമായി ഉറപ്പിച്ചവൻ എന്നർത്ഥം. അസ്ഹാബുൽ ഐക്കത്ത് എന്നത് ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയാണ്. അവരെക്കുറിച്ച് സൂറത്ത് ഷുഅറാ 176 വചനത്തിൻ്റെ വിവരണത്തിൽ ധാരാളമായി അമാനി മൗലവി റഹിമഹുല്ല പ്രസ്താവിച്ചിട്ടുണ്ട്. കുല്ലുൻ ഇല്ലാ കദ്ദബ الرسل فحق عقاب. ഇവർ എല്ലാവരും തന്നെ ദൈവദൂതന്മാരെ വ്യാജമാക്കുകയല്ലാതെ ചെയ്തില്ല. അങ്ങനെ എൻ്റെ പ്രതികാര ശിക്ഷ അവരിൽ യാഥാർത്ഥ്യമായി. ഇഖാബ് എന്ന വാക്കിന് പ്രതികാര ശിക്ഷ എന്നാണ് അർത്ഥം. വമാ യൻദുറു ഹൗലാഇ ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ മാ ലഹാ മിൻ ഫവാഖ്. ഒരേയൊരു ഘോര ശബ്ദത്തെയല്ലാതെ ഇക്കൂട്ടർ നോക്കിക്കാത്തുകൊണ്ടിരിക്കുന്നില്ല. 2 കുറവുകൾക്കിടയിലുള്ള തുച്ഛമായ കാലതാമസം പോലും അതിനുണ്ടായിരിക്കുകയില്ല. സ്വൈഹത്ത് എന്ന വാക്കിന് അട്ടഹാസം, ഘോരശബ്ദം എന്നാണ് അർത്ഥം. മിൻ ഫവാഖ് എന്നാൽ 2 കുറവുകൾക്കിടയിലുള്ള സമയം, തുച്ഛമായ സമയം എന്നെല്ലാമാണ് ഉദ്ദേശം. ഫവാഖ് എന്ന വാക്ക് ആദ്യത്തെ അക്ഷരത്തിന് ഫത്തഹ് ചേർത്തും ലൊമ്മ് ചേർത്തും വായിക്കപ്പെടാറുണ്ട്. കൈകൊണ്ട് പാൽ കറക്കുമ്പോൾ ഒന്ന് കറന്ന് വീണ്ടും കറക്കുവാൻ കൈപൊക്കുന്ന കാലതാമസത്തിനാണ് ഫവാഖ് എന്ന് പറയുന്നത്. ലോകാവസാന സമയത്ത് എല്ലാവരും നശിച്ചു പോകുന്നതിനുള്ള കാഹളം ഊതുന്നതുവരെ മാത്രമേ ഇവരുടെ ഈ നിഷേധവും ധിക്കാരവും തുടരുകയുള്ളൂ. ആ സമയം വന്നാൽ അവർക്ക് ബോധം വരും. അതിന് ഒട്ടും കാലതാമസം വേണ്ടി വരികയില്ല. പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക എന്ന് സാരം. وقالوا ربنا عجل لنا قطنا قبل يوم الحساب. അവർ പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ന്യായവിസ്താരത്തിൻ്റെ ദിവസത്തിന് മുമ്പ് ഞങ്ങളുടെ വിഹിതം അഥവാ ശിക്ഷ ഞങ്ങൾക്ക് വേഗമാക്കി തന്നേക്കണേ. اصبر على ما يقولون واذكر عبدنا داود ذا الأيد ഇന്നഹു അവ്വാബ്. നബിയെ, അവർ പറയുന്നതിനെപ്പറ്റി ക്ഷമിച്ചുകൊള്ളുക. നമ്മുടെ അടിയാനെ, അതായത് കരബലം പ്രാബല്യമുള്ളവനായ ദാവൂദിനെ ഓർക്കുകയും ചെയ്യുക. നിശ്ചയമായും അദ്ദേഹം അള്ളാഹുവിലേക്ക് വളരെ മടക്കമുള്ള ആളാകുന്നു. ഇസ്ബിർ അഥവാ ക്ഷമിക്കുക എന്നാണ് അർത്ഥം. ദൽ ഐദി എന്നാൽ കൈകളുള്ള അഥവാ ശക്തി, കരബലം, പ്രാബല്യം എന്നിവയുള്ള എന്നാണ് അർത്ഥം. അവ്വാബ് എന്നാൽ വളരെ മടക്കമുള്ള, വിനയമുള്ള എന്നാണ് അർത്ഥം. അവിശ്വാസികൾക്ക് അള്ളാഹു വമ്പിച്ച ശിക്ഷ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യാറുണ്ട്. ഇതിനെ പരിഹസിച്ചുകൊണ്ട് പ്രാർത്ഥനാരൂപത്തിൽ മുശ്രിക്കുകൾ പറയുന്ന വാക്കാണ് അള്ളാഹു ഉദ്ധരിച്ചത്. അവരുടെ ധിക്കാര മനസ്ഥിതി ഇതിൽ നിന്ന് നല്ല പോലെ ഗ്രഹിക്കാം.
അവരുടെ ഇത്തരം പ്രസ്താവനകളിൽ ക്ഷമ കൈക്കൊള്ളാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുന്നു. ഈ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സമാധാനം നൽകുന്നതോടൊപ്പം ആ ധിക്കാരികൾക്ക് വലിയ താക്കീതാണ് നൽകുന്നത്. സത്യനിഷേധികളെക്കുറിച്ചും അവരുടെ ചെയ്തികളെക്കുറിച്ചും പലതും പ്രസ്താവിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമിക്കാൻ ഉപദേശിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദാവൂദ് അലൈഹിസ്സലാമിനെ ഓർക്കാൻ കൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിരുത്തേണ്ടുന്ന ചില വശങ്ങൾ പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. തുടർന്നുള്ള വചനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിനു മുമ്പായി അദ്ദേഹത്തിൻ്റെ ചരിത്ര സംക്ഷേപം ഉൾക്കൊള്ളുന്ന 2-3 വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒന്നാമത്തേത് അബ്ദന അഥവാ നമ്മുടെ അടിയാൻ എന്നാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതിക്കും സ്നേഹത്തിനും കാരണമാവുകയും ചെയ്ത ആളാണ് അദ്ദേഹം എന്നാണ് അബ്ദന നമ്മുടെ ദാസൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി ദൽ ഐദി കരബലമുള്ളവൻ അഥവാ കയ്യൂക്കുള്ളവൻ എന്ന് വിശേഷിപ്പിച്ചു. പല കയ്യുകളുള്ളവൻ എന്നാണ് ഈ വാക്കിന് ഭാഷാർത്ഥം. വളരെ ശക്തിയും കഴിവും ഉണ്ടായിരുന്ന ആൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. കായിക ശക്തി, ആയുധപ്പയറ്റ്, ഭരണ നൈപുണ്യം, സൈനിക ശക്തി, സാധന സാമഗ്രികൾ, ലോകപ്രശസ്തി തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം അദ്വിതീയനായിരുന്നു. അദ്ദേഹം ജാലൂത്തിനെ കൊലപ്പെടുത്തിയ പ്രസിദ്ധ സംഭവം സൂറത്തുൽ ബഖറ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 246 മുതൽ 251 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അള്ളാഹുവിനോട് കൂറും ഭക്തിയും കാണിക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല. അത്രയുമല്ല, അദ്ദേഹം വളരെ മനസ്സുമടക്കമുള്ള വിനയമുള്ള ആളായിരുന്നു. ഇന്നഹു അവ്വാബ്, ഇതാണ് 3-ാമത്തെ സവിശേഷത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: നമസ്കാരത്തിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ദാവൂദ് നബിയുടെ നമസ്കാരമാണ്. നോമ്പുകളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ദാവൂദ് നബിയുടെ നോമ്പാണ്. അദ്ദേഹം രാത്രി പകുതി സമയം ഉറങ്ങും, 1/3 ഭാഗം എഴുന്നേറ്റ് നമസ്കരിക്കും, വീണ്ടും 1/6 ഭാഗം ഉറങ്ങും. ഒരു ദിവസം നോമ്പ് പിടിക്കും, അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്യും. ശത്രുക്കളുമായി ഏറ്റുമുട്ടിയാൽ അദ്ദേഹം പിന്മാറിപ്പോകില്ലായിരുന്നു. വളരെ വിനയമുള്ള മടക്കമുള്ള ആളായിരുന്നു അദ്ദേഹം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. ചില യുവ സ്വഹാബികൾ ഐഹിക സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് ഐച്ഛികമായ ആരാധനാകർമ്മങ്ങളിൽ മുഴുകാൻ തയ്യാറെടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി. അതിനെ തുടർന്നാണ് മേൽക്കണ്ട വചനങ്ങൾ അവിടുന്ന് പ്രസ്താവിച്ചത്. ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം കൈകൊണ്ടുള്ള അധ്വാനത്തിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നും ഒരു ഹദീസിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹം മനുഷ്യരിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരനായിരുന്നു എന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. കാന അഅബദൽ ബഷർ. ദാവൂദ് അലൈഹിസ്സലാമിനെ ഓർക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചതിലടങ്ങിയ രഹസ്യങ്ങൾ ഇതിൽ നിന്നെല്ലാം ഗ്രഹിക്കാം. അടുത്ത വചനങ്ങളിൽ അദ്ദേഹത്തിന് സിദ്ധിച്ച ചില അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് നേരിട്ട ചില പരീക്ഷണങ്ങളും അള്ളാഹു വിവരിക്കുന്നു. إنا سخرنا الجبال معه يسبحن بالعشي والإشراق. സന്ധ്യാസമയത്തും പ്രകാശസമയത്തും തസ്ബീഹ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തുകയുണ്ടായി. യുസബ്യഹ്ന എന്നാൽ തസ്ബീഹ് ചെയ്തുകൊണ്ട്, പ്രകീർത്തിച്ചുകൊണ്ട് എന്നാണ്. ബിൽ അഷിയി എന്നാൽ സന്ധ്യാസമയത്ത്, വൈകിട്ട്. വൽ ഇഷ്റാഖ് എന്നാൽ പ്രകാശവേളയിൽ, പ്രഭാതത്തിൽ എന്നെല്ലാമാണ് അർത്ഥം. والطير محشورة كل له أواب. ഒരുമിച്ചു കൂട്ടപ്പെട്ട നിലയിൽ പക്ഷികളെയും കീഴ്പ്പെടുത്തി. എല്ലാം തന്നെ അദ്ദേഹത്തോട് മടക്കം വിനയമുള്ളവയായിരുന്നു. മഹ്ഷൂറത്ത് എന്നാൽ ഒരുമിച്ചു കൂട്ടപ്പെട്ട നിലയിൽ എന്നാണ് അർത്ഥം. وشددنا ملكه وآتيناه الحكمة وفصل الخطاب. അദ്ദേഹത്തിൻ്റെ ഭരണാധിപത്യത്തെ നാം ശക്തമാക്കുകയും അദ്ദേഹത്തിന് വിജ്ഞാനവും നിർണായക ഭാഷണവും നൽകുകയും ചെയ്തു. ഹിക്മത്ത് എന്നാൽ വിജ്ഞാനം, തത്വജ്ഞാനം, യുക്തി എന്നെല്ലാം അർത്ഥമുണ്ട്. ഫസ്ലുൽ ഖിത്വാബ് എന്നാൽ അഭിമുഖ സംസാരത്തിൽ തീരുമാന വൈഭവം, നിർണായക ഭാഷണം നൽകി എന്നാണ് ഉദ്ദേശം. ദാവൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിന് സിദ്ധിച്ച പ്രത്യേകാനുഗ്രഹങ്ങളിൽ ഒന്നാണ് അദ്ദേഹം ഒന്നിച്ച് രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് നടത്താൻ കഴിയുന്ന രൂപത്തിൽ
മലകളെയും പക്ഷികളെയും അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. ഇതിനെപ്പറ്റി ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് പ്രസ്താവിച്ചത് കാണാൻ കഴിയും. സൂറത്തു അംബിയാഇൻ്റെ 79-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി ഇത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹത്തെ മറ്റു തരത്തിൽ ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുള്ളതിനെ സംബന്ധിച്ചും അവിടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കൂടുതൽ വിശദീകരണത്തിനായി സൂറത്ത് അംബിയാഇൻ്റെ 79-ാം വചനം എല്ലാവരും വായിക്കുന്നത് നല്ലതാണ്. സൂറത്തു നംലിലും സൂറത്തു അംബിയായിലും അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷികളും പർവ്വതങ്ങളും അദ്ദേഹത്തോട് വിനയവും അനുസരണവും കാണിച്ചിരുന്നു എന്നാണ് കുല്ലുല്ലഹു അവ്വാബ് എന്ന വാക്യം പ്രസ്താവിക്കുന്നത്. ഇതെങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അള്ളാഹു അവയിൽ നിന്ന് എന്തുദ്ദേശിച്ചിരുന്നുവോ അത് ദാവൂദ് അലി ഇസ്ലാമിൻ്റെ ഇഷ്ടമനുസരിച്ച് അവയെല്ലാം നിർവഹിച്ചിരുന്നു എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. ഫസുലൽ ഖിതാബ്, നിർണായക ഭാഷണം നൽകി എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യമെന്നത് സാധാരണ സംഭാഷണങ്ങളിലും കക്ഷി വഴക്കുകളിൽ തീരുമാനം കൽപ്പിക്കുന്നതിലുമെല്ലാം സത്യവും നീതിയുമനുസരിച്ച് വസ്തുനിഷ്ഠവും നിർണായകവുമായ രൂപത്തിൽ സംസാരിക്കാനുള്ള വൈഭവം, കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു. അദ്ദേഹത്തിന് നേരിട്ട ഒരു പരീക്ഷണ സംഭവമാണ് അടുത്ത വചനത്തിൽ കാണുന്നത്. وهل أتاك نبأ الخصم إذ تسوروا المحراب. നബിയെ, വ്യവഹാര കക്ഷികൾ ആരാധനാ മണ്ഡപത്തിൽ മതിൽ കയറി വന്നപ്പോഴത്തെ വർത്തമാനം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? നബ ഉൽ ഖസ്ം എന്നാൽ വ്യവഹാര കക്ഷികളുടെ, എതിർവാദികളുടെ വർത്തമാനം. ഇത് തസവ്വറു, അവർ മതിൽ അഥവാ ചുമര് കയറി വന്നപ്പോൾ. മെഹ്റാബ് എന്നാൽ പ്രാർത്ഥനാ മണ്ഡപം, പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക സ്ഥലം എന്നെല്ലാമാണ് അർത്ഥം. إذ دخلوا على داود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط. അതായത് അവർ ദാവൂദിൻ്റെ മേൽ പ്രവേശിച്ച സന്ദർഭം. എന്നിട്ട് അദ്ദേഹം അവരെ സംബന്ധിച്ച് ഭയന്ന് നടുങ്ങിപ്പോയി. അവർ പറഞ്ഞു, പേടിക്കേണ്ട, ഞങ്ങൾ 2 വ്യവഹാര കക്ഷികളാണ്. ഞങ്ങളിൽ ചിലർ ചിലരുടെ മേൽ അതിക്രമം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്കിടയിൽ ന്യായപ്രകാരം വിധിച്ചു തരണം. നീതികേട് കാണിക്കരുത്. ഞങ്ങളെ നേരായ പാതയിലേക്ക് മാർഗദർശനം ചെയ്യുകയും വേണം. ഫസിഅ എന്ന വാക്കിൻ്റെ അർത്ഥം ഭയപ്പെട്ടുപോയി, നടുങ്ങിപ്പോയി എന്നാണ്. വലാ തുഷത്തിത്, ഞങ്ങളോട് നീതികേട് കാണിക്കരുത്, വീഴ്ച വരുത്തരുത്. സവാ ഇസ്വിറാത്ത് എന്നാൽ നേരായ പാത എന്നാണ് അർത്ഥം. إن هذا أخي له 99 نعجة ولي نعجة واحدة فقال أكفلنيها وعزني في الخطاب. ഇത് എൻ്റെ സഹോദരനാണ്. ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് 1 പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ച് വിട്ടുതരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ച് വെല്ലുകയും ചെയ്തിരിക്കുന്നു. നഅജത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പിടയാട്, പെണ്ണാട് എന്നെല്ലാമാണ്. ഖിതാബ് എന്നത് നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അഭിമുഖ സംസാരം എന്നാണ് അർത്ഥം. قال لقد ظلمك بسؤال نعجتك إلى نعاجه وإن كثيرا من الخلطاء ليبغي بعضهم على بعض إلا الذين آمنوا وعملوا الصالحات وقليل ما هم وظن داود أنما فتناه فاستغفر ربه وخر راكعا وأناب. അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, അവൻ്റെ പെണ്ണാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് ധരിക്കുകയും ചെയ്തു. അതിനാൽ
അദ്ദേഹം തൻ്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുക്കൂ ചെയ്തുകൊണ്ട് നിലം പതിക്കുകയും അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. ഖറ എന്ന വാക്കിൻ്റെ അർത്ഥം നിലം പതിച്ചു എന്നാണ്. റാക്യഅൻ എന്നാൽ റുക്കൂ ചെയ്ത് കുമ്പിട്ടുകൊണ്ട്. അനാബ എന്ന വാക്കിനർത്ഥം ഖേദിച്ച് മടങ്ങുക എന്നാണ്. ഈ ആയത്തിനു ശേഷം അള്ളാഹുവിന് നന്ദിയായി ഒരു സുജൂദ് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ താഴെ വിശദീകരിക്കാം. فغفرنا له ذلك وإن له عندنا لزلفى وحسن مآب. അപ്പോൾ അദ്ദേഹത്തിന് അത് നാം പുറത്തു കൊടുത്തു. നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യമുണ്ട്, നല്ല മടക്കസ്ഥലവുമുണ്ട്. സുൽഫ് എന്ന വാക്കിന് ലസുൽഫ എന്നതിൻ്റെ അർത്ഥം സാമീപ്യം, അടുപ്പമെന്നാണ്. ഹുസ്ന മആബ് എന്നാൽ നല്ല മടക്കസ്ഥാനം, പ്രാപ്യസ്ഥാനം എന്നാണ്. ഈ വചനങ്ങളിൽ പ്രസ്താവിച്ച സംഭവത്തിന് വിശദരൂപം നൽകുന്ന ചില കഥകൾ കഥാകാരന്മാർ ഉദ്ധരിച്ചത് കാണാം. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അവ പകർത്തിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. അവയിൽ ചിലത് ദാവൂദ് അലി ഇസ്ലാമിൻ്റെ സ്ഥിതിക്ക് മാത്രമല്ല, സാധാരണക്കാരനായ ഒരു സത്യവിശ്വാസിയുടെ സ്ഥിതിക്ക് പോലും യോജിക്കാത്തതാണ്. ഇത് സംബന്ധിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ചെയ്തിട്ടുള്ള പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇവിടെ ചില കഥകൾ പറയാറുണ്ട്. അവയിലധികവും ഇസ്രായേലി ഐതിഹ്യങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്. സ്വീകാര്യമായൊരു വർത്തമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ലഭിച്ചിട്ടില്ല. ആകയാൽ ഈ കഥ ഖുർആനിൽ വന്നതുപോലെ പാരായണം ചെയ്യുകയും അതിനെ സംബന്ധിച്ച വിവരം അള്ളാഹുവിനറിയാമെന്ന് വെക്കുകയുമാണ് കൂടുതൽ നല്ലത്. ഖുർആനും അത് ഉൾക്കൊള്ളുന്നതും യഥാർത്ഥം തന്നെ. അലി റളിയല്ലാഹു പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെടുന്നുണ്ട്. ദാവൂദ് അലി ഇസ്ലാമിനെ പറ്റി കഥാകാരന്മാർ പറയാറുള്ളത് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ 160 അടി അടിക്കുമെന്നാണ്. അപ്പോൾ വളരെ പഴക്കം ചെന്ന ഇസ്രായേലി കഥകളാണവ എന്ന് വ്യക്തമാണ്. ചുരുക്കത്തിൽ ഖുർആൻ എന്താണോ പറഞ്ഞത്, അതിൽ നിന്ന് എന്താണോ മനസ്സിലാകുന്നത്, അതുകൊണ്ട് നാം ഇവിടെ തൃപ്തിപ്പെടുക. ദാവൂദ് അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ചിലർ ചുമര് കയറി അകത്ത് കടന്നു. മറ്റാർക്കും പ്രവേശനമില്ലാതെ അദ്ദേഹം സ്വസ്ഥമായിരിക്കുന്ന ഒരു പ്രത്യേക മുറിയായിരിക്കാം അത്. ആകസ്മികമായി പെട്ടെന്നൊരു കൂട്ടർ അതിക്രമിച്ച് അകത്ത് കടന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടുപോയി. വല്ല ചതിപ്രയോഗമോ കയ്യേറ്റമോ ഉന്നം വെച്ചുകൊണ്ടായിരിക്കും ആ പ്രവേശനമെന്ന് അദ്ദേഹത്തിന് തോന്നുക സ്വാഭാവികമാണ്. ഇസ്രായേലിയർക്കിടയിൽ നബിമാരെ കൊലപ്പെടുത്താനുള്ള സംരംഭങ്ങൾ നടക്കുന്നതും തികച്ചും സാധാരണമാണ്. സൂറത്തുൽ ബഖറയിലെ 61-ാം വചനം, വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ്, അവർ അന്യായമായി നബിമാരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഭയവും പരിഭ്രമവും കണ്ടപ്പോൾ ആഗതർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ ദാവൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ആൾക്കാർ അപ്പോഴേക്കും അവിടെ എത്തിച്ചേരുകയോ മറ്റോ സംഭവിച്ചിരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും തങ്ങളുടെ അനാശാസ്യമായ ഈ പ്രവേശനത്തിൻ്റെ ഉദ്ദേശ്യം അവർ പറഞ്ഞു കേൾപ്പിച്ചു. കേവലം സഹോദരങ്ങളും കൂട്ടുകാരുമായ തങ്ങൾക്കിടയിൽ ഒരു വഴക്കിൽ ന്യായമായ വിധി സമ്പാദിക്കലും ഉപദേശം തേടലുമാണ് അവരുടെ ഉദ്ദേശം. കേസിൻ്റെ രൂപം ഒരാൾ ഇങ്ങനെ വിവരിച്ചു: എൻ്റെ ഈ സഹോദരന് 99 പെണ്ണാടുകളുണ്ട്, എനിക്ക് 1 മാത്രവുമാണുള്ളത്. ഈ ഒന്നിനെയും തനിക്ക് വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഞങ്ങൾ തമ്മിൽ ഇതിനെപ്പറ്റി അന്യോന്യം സംസാരിച്ചുവെങ്കിലും ന്യായത്തിൽ അദ്ദേഹം എന്നെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ശരിയായൊരു വിധി കൽപ്പിച്ചു തന്ന് ഞങ്ങളെ നേർവഴിക്കാക്കണം. അന്യായക്കാരനായ കക്ഷിയുടെ മൊഴികളാണിത് എന്ന് വ്യക്തമാണ്. എന്നാൽ പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ന്യായമോ മറ്റെന്തെങ്കിലുമോ ന്യായാധിപ സ്ഥാനത്തു നിന്നുള്ള എന്തെങ്കിലും ചോദ്യമോ പ്രതിവിസ്താരമോ ഒന്നും തന്നെ അള്ളാഹുവിടെ ഉദ്ധരിച്ചിട്ടില്ല. അന്യായം കേട്ട മാത്രയിൽ തന്നെ ദാവൂദ് അലൈഹിസ്സലാം വിധി പ്രസ്താവിച്ചതായിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത്. അദ്ദേഹം അന്യായക്കാരന് വിധി കൊടുത്തു. അവൻ തൻ്റെ ആടുകളിൽ കൂടി നിന്റെ ആടിനെയും കിട്ടണമെന്നാവശ്യപ്പെട്ടത് അക്രമമാണെന്ന്. അന്യോന്യം ഇടകലർന്ന് കൂട്ടായി വർത്തിക്കുന്ന പലരും ഇങ്ങനെ പരസ്പരം പ്രവർത്തിക്കാറുണ്ടെന്നും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവർ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ എന്നും അങ്ങനെയുള്ള സജ്ജനങ്ങൾ വളരെ കുറവാണെന്നും അദ്ദേഹം തുടർന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. ഈ സംഭവം മുഖേന അള്ളാഹു തന്നെ പരീക്ഷിച്ചതാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം കരുതിയെന്നും അങ്ങനെ അദ്ദേഹം പാപമോചനം തേടുകയും റുക്കോഴും സുജൂദും ചെയ്ത് നിലം പതിച്ച് ഖേദിച്ച് മടങ്ങുകയും ചെയ്തുവെന്നും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തുവെന്നും അള്ളാഹു തുടർന്ന് പറഞ്ഞിരിക്കുന്നു. പരീക്ഷണം എന്തായിരുന്നു? അദ്ദേഹം ചെയ്ത തെറ്റെന്തായിരുന്നു? ഒന്നും ഖണ്ഡിതമായി പറയാൻ സാധ്യമല്ല. ഒരുപക്ഷെ കേസിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്താതെ പ്രതിയുടെ വാമൊഴികൾ ആരായാതെയും കേസിൽ വിധി പറഞ്ഞതായിരിക്കാം തെറ്റ്. അല്ലെങ്കിൽ പെട്ടെന്ന് അതിക്രമിച്ച് കടന്ന അവരുടെ മേൽ എന്തെങ്കിലും ശക്തിയായ നടപടിയെടുക്കുവാൻ പ്രഥമ വീക്ഷണത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുകയും പിന്നീട് മാപ്പ് കൊടുക്കുകയും ചെയ്തതായിരിക്കാം.
അതല്ലെങ്കിൽ ആഗതരെപ്പറ്റി ആക്ഷേപിച്ചതായിരിക്കാം. അവർ അകത്ത് പ്രവേശിച്ച സന്ദർഭവും സ്വഭാവവും ആ പ്രവേശനത്തിന് അവർ പറഞ്ഞ കാരണവും നോക്കുമ്പോൾ ഇങ്ങനെ പലതുമായിരിക്കാൻ വഴിയുണ്ട്. വളരെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നൊരു കേസല്ല അവർ പറഞ്ഞത്, മറിച്ച് ആ കേസ് അദ്ദേഹത്തിൻ്റെ ദർബാറിൽ സാധാരണ മട്ടിൽ സമർപ്പിക്കാവുന്നതേ ഉള്ളൂ. ഈ കേസിൻ്റെ വിവരണത്തിൽ നിന്ന് തന്നെ അവരുടെ പ്രവേശനത്തിൽ ഇതല്ലാത്ത മറ്റെന്തോ ഒരു ഉദ്ദേശം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് വിചാരിക്കാൻ തികച്ചും ന്യായമുണ്ട്. ഇതിനെല്ലാം പുറമെ സാധാരണക്കാരായ ആളുകളെ അപേക്ഷിച്ചോ നീതിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലോ നോക്കുമ്പോൾ ഒരു തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാത്ത ചില നിസ്സാര കാര്യങ്ങൾ പോലും ദാവൂദ് അലി ഇസ്ലാമിനെ പോലുള്ള മഹാന്മാരുടെ സ്ഥാനമാനങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നും വരാം. അവരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റുകുറ്റങ്ങളായി പരിഗണിക്കപ്പെടുകയും ചെയ്തേക്കാം. ഏതായാലും ധാരണയിലോ പ്രവൃത്തിയിലോ വന്ന ആ നിസ്സാര തെറ്റിനു പോലും അദ്ദേഹം അങ്ങേയറ്റം ഖേദിച്ച് പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി. അള്ളാഹു അത് പുറത്തു കൊടുക്കുകയും ചെയ്തു. വാസ്തവം എന്താണെന്ന് അള്ളാഹുവിനറിയാം. ഈ ആഗതന്മാർ മലക്കുകളായിരുന്നുവെന്ന് ചില ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞു കാണുന്നു. ഇത് വാസ്തവമാണെങ്കിലും അല്ലെങ്കിലും ന്യായാധിപ സ്ഥാനം കൈകാര്യം ചെയ്യുന്നതിൽ ആവശ്യമായ മര്യാദകളും കാര്യക്ഷമതയും ദാവൂദ് അലൈഹിസ്സലാം കൂടുതൽ മനസ്സിലാക്കുവാൻ കാരണമായി തീർന്ന ഒരു സംഭവമായിരുന്നു ഇത് എന്ന്, ഈ സംഭവം മുഖേന ആ മേഖലയിൽ അദ്ദേഹത്തിന് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അള്ളാഹുവിങ്കൽ അദ്ദേഹത്തിന് കൂടുതൽ സ്ഥാനപദവി ലഭിച്ചു എന്നതും തീർച്ചയാണ്. പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞ് അള്ളാഹു മതിയാക്കിയില്ല, മറിച്ച് വ ഇന്നലഹു ഇൻദനാ ലസുൽഫ വഹുസ്ന മആബ്, തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യവും നല്ല മടക്കസ്ഥാനവുമുണ്ട് എന്നുകൂടി അള്ളാഹു പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ സംഭവം വിവരിച്ചതിനെ തുടർന്ന് അള്ളാഹു അടുത്ത വചനത്തിൽ അദ്ദേഹത്തെ അഭിമുഖീകരിച്ച് പറയുന്നത് അദ്ദേഹത്തെ ഭൂമിയിലെ പ്രതിനിധിയാക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇഷ്ടം നോക്കാതെ ഇച്ഛ നോക്കാതെ മുറപ്രകാരം ന്യായാധിപത്യം നടത്തണമെന്നുമാണ്. അപ്പോൾ ആ സംഭവവും ഈ പ്രസ്താവനയും തമ്മിൽ എന്തോ പ്രത്യേക ബന്ധമുണ്ട് എന്നത് വ്യക്തമാണ്. 24-ാമത്തെ വചനം ഓതുമ്പോൾ സുജൂദ് ചെയ്യേണ്ടതുണ്ട് എന്ന് നാം വിവരിച്ചു. ഇത് സാധാരണ ഖുർആൻ പാരായണത്തിൻ്റെ സുജൂദുകളുടെ ഇനത്തിൽപ്പെട്ടതല്ല, മറിച്ച് ദാവൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചതിൽ അള്ളാഹുവിന് നന്ദിയായി ചെയ്യുന്നൊരു സുജൂദ്, സജ്ദത്തു ശക്ർ, സുജൂദ് ശുക്ർ എന്നെല്ലാം വിവരിക്കുന്ന രൂപത്തിൽ ഇമാം നസായി റഹിമഹുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിവേദനം ചെയ്തൊരു ഹദീസിൽ ഇപ്രകാരം കാണാം. സ്വാദ് സൂറത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുകയും ഇങ്ങനെ പറയുകയും ചെയ്തു: ദാവൂദ് അലൈഹിസ്സലാം പശ്ചാത്താപം എന്ന നിലക്ക് സുജൂദ് ചെയ്തു, നാം അത് നന്ദി എന്ന നിലക്ക് ചെയ്യുന്നു. ഇത് സംബന്ധിച്ച ഹദീസുകൾ വേറെയും കാണാം. ദാവൂദ് അലൈഹിസ്സലാമിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു: يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب. ഹേ ദാവൂദ്, നിശ്ചയമായും നിന്നെ നാം ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കിയിരിക്കുന്നു. ആകയാൽ നീ മനുഷ്യർക്കിടയിൽ ന്യായപ്രകാരം വിധി നടത്തുക. ഇച്ഛയെ പിൻപറ്റരുത്, കാരണം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്നതാണ്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവർ അവർ ന്യായവിചാരണ ദിവസത്തെ വിസ്മരിക്കുന്നത് നിമിത്തം അവർക്ക് കഠിന ശിക്ഷയുണ്ടായിരിക്കും. അല്ലദീന യളുല്ലൂന, പിഴച്ചു പോകുന്നവർ, വഴിപിഴക്കുന്നവർ, വ്യതിചലിക്കുന്നവർ എന്നെല്ലാമാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യൗമുൽ ഹിസാബ് എന്നാൽ വിചാരണയുടെ ദിവസം എന്നാണ് ഉദ്ദേശം. ദാവൂദ് അലൈഹിസ്സലാം ഒരു പ്രവാചകനും ദൈവദൂതനുമാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് രാജത്വവും ഭരണാധിപത്യവും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഭരണാധിപനും ന്യായാധിപനും എന്ന നിലക്ക് അദ്ദേഹം കൃത്യമായി അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിക്കുകയും അതിനെതിരായി അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന പക്ഷം ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെപ്പറ്റി ശക്തിയായി താക്കീത് ചെയ്യുകയും ചെയ്തു. വാസ്തവത്തിൽ ദാവൂദ് അലൈഹിസ്സലാമിനെ മാത്രം ബാധിക്കുന്നതല്ല ഈ വചനത്തിലെ ശാസനയും താക്കീതും. എല്ലാ നേതാക്കന്മാരെയും ഭരണാധികാരികളെയും അധികാരികളെയും എല്ലാം ഒരുപോലെ ബാധിക്കുന്നതാണവ. ഇമാം അഹ്മദും തിർമിദിയും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: ഖിയാമത്ത് നാളിൽ മനുഷ്യരിൽ വെച്ച് അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനും ഏറ്റവും സാമീപ്യമുള്ളവനും നീതിമാനായ നേതാവായിരിക്കും. ഖിയാമത്ത് നാളിൽ
മനുഷ്യരിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവനും ഏറ്റവും കഠിന ശിക്ഷയുള്ളവനും നീതികെട്ട നേതാവായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار. ആകാശവും ഭൂമിയും അവയുടെ ഇടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. അവിശ്വസിച്ചിട്ടുള്ളവരുടെ ധാരണ എത്രയത്. ആകയാൽ അവിശ്വസിച്ചവർക്ക് നരകമാകുന്ന നാശം. أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുകയോ അതല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ഭയഭക്തന്മാരെ നാം ദുഷ്ടന്മാരെ പോലെ ആക്കുകയോ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇതാ നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു വേദഗ്രന്ഥം. അനുഗ്രഹീതമാണത്. അതിൻ്റെ സൂക്തങ്ങളെ അഥവാ ദൃഷ്ടാന്തങ്ങളെ അവർ ഉറ്റാലോചിക്കുവാനും ബുദ്ധിമാന്മാർ ഓർമ്മിക്കുവാനും വേണ്ടിയത്രേ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉലുൽ അൽബാബ് എന്നാൽ ബുദ്ധിമാന്മാർ എന്നാണ് അർത്ഥം. വളരെ അനുഗ്രഹീതമായ ബറക്കത്തുള്ള ഒരു പുണ്യഗ്രന്ഥമാണ് ഖുർആൻ. എന്നാൽ കേവലം പുണ്യത്തിനു വേണ്ടി മാത്രം പാരായണം ചെയ്യാൻ വേണ്ടിയല്ല അത് അവതരിപ്പിച്ചിട്ടുള്ളതെന്നും അതിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും അവയെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ഈ വചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ബറക്കത്തിനു വേണ്ടി മാത്രം ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നവർ പ്രത്യേകം ഓർമ്മിക്കേണ്ടുന്ന ഒരായത്താണിത്. ഇമാം ഹസനുൽ ബസ്വരി റഹിമഹുല്ല ഇപ്രകാരം പറയുന്നുണ്ട്: ഖുർആനിൻ്റെ അർത്ഥസാരങ്ങൾ അറിയാത്ത കുട്ടികളും അടിമകളുമെല്ലാം അത് വായിക്കുന്നു. അവരതിൻ്റെ അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കുകയും അതിൻ്റെ നിയമങ്ങൾ പാഴാക്കുകയും ചെയ്യുന്നു. ഒരാൾ പറഞ്ഞേക്കും, ഞാൻ ഖുർആനിൻ്റെ ഒരു അക്ഷരവും ബാക്കിയില്ലാതെ പഠിച്ചിരിക്കുന്നുവെന്ന്. എന്നാൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, അവനൊന്നും പഠിക്കാതെയാണ് സകലവും വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അവൻ്റെ സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ ഖുർആൻ പഠിച്ചതിൻ്റെ ഒരു അടയാളവും കാണുന്നില്ല. സത്യമായും ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത്, ഖുർആൻ പഠനമെന്ന് പറയുന്നത് അതിൻ്റെ അക്ഷരം പഠിക്കലും അതോടൊപ്പം നിയമം ഒഴിവാക്കലുമല്ല. ഇങ്ങനെയുള്ളവർ വിജ്ഞാനികളല്ല, മതത്തിൻ്റെ സംരക്ഷകന്മാരുമല്ല. ഇത്തരക്കാരെ അള്ളാഹു വർദ്ധിപ്പിക്കാതിരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത വചനങ്ങളിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചില രംഗങ്ങളെ അള്ളാഹു വിവരിക്കുന്നു. وَوَهَبْنَا لِدَاوُودَ سُلَيْمَانَ نِعْمَ الْعَبْدُ إِنَّهُ أَوَّابٌ. ദാവൂദിന് നാം സുലൈമാനെ പ്രദാനം ചെയ്തു. അദ്ദേഹം വളരെ നല്ല അടിമയാണ്. നിശ്ചയമായും അദ്ദേഹം വളരെ മടക്കമുള്ള ആളാകുന്നു. നിഅമ എന്നാൽ വളരെ നല്ലവനാണ് എന്നാണ് അർത്ഥം. إِذْ عُرِضَ عَلَيْهِ بِالْعَشِيِّ الصَّافِنَاتُ الْجِيَادُ. അതിവേഗതയുള്ള മുന്തിയവയും കാലുപൊക്കി നിൽക്കുന്നവയുമായ കുതിരകൾ അദ്ദേഹത്തിന് വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. അസ്വാഫിനാത്ത് എന്നാൽ കാലുപൊക്കി നിൽക്കുന്ന കുതിരകൾ. അൽ ജിയാദ് എന്നാൽ നല്ല മുന്തിയ ഇനത്തിലുള്ള എന്നാണ് അർത്ഥം. فقال إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ നിമിത്തം ഈ നന്മയോടുള്ള സ്നേഹം സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ അവ മറവിൽ തിരോധാനം ചെയ്തു, കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. റുദ്ദൂഹാ അലയ്യ ഫതഫിഖ മഖ്ഹൻ ബിസ്സൂഖി വൽ അഅനാഖ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവയെ എൻ്റെ അടുക്കൽ തിരിച്ചു കൊണ്ടുവരുവിൻ. എന്നിട്ട് അദ്ദേഹം അവയുടെ തണ്ടങ്കാലുകളെയും പിരടികളെയും തടവാൻ തുടങ്ങി. മസ്ഹൻ എന്ന് പറഞ്ഞാൽ തടവാൻ എന്നാണ് അർത്ഥം. സൂഖ് എന്നാൽ ബിസ്സൂഖി എന്ന് പറഞ്ഞാൽ അർത്ഥം തണ്ടൻകാല്. അഅനാഖ് എന്നാൽ കഴുത്ത്, പിരടി എന്നെല്ലാമാണ് അർത്ഥം. ദാവൂദ് അലൈഹി ഇസ്ലാം ഒരു പ്രവാചക വര്യനും മഹാരാജാവുമായിരുന്നു. അദ്ദേഹത്തിന് ശേഷം പ്രവാചകത്വത്തിലും രാജത്വത്തിലും സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയും അനന്തരാവകാശിയുമായി തീർന്നു.
അതുകൊണ്ടാണ് ദാവൂദിന് നാം സുലൈമാനെ പ്രദാനം ചെയ്തു. വവഹബ്നാലി ദാവൂദ സുലൈമാൻ എന്നിവിടെയും വരിഥ സുലൈമാനു ദാവൂദ, സുലൈമാൻ ദാവൂദിന് അനന്തരമെടുത്തു എന്ന് സൂറത്തു നംലിലും പറഞ്ഞിരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഭരണം കൂടുതൽ ശക്തവും അനിതര സാധാരണവുമായിരുന്നു. ഒരു ഭരണത്തിൻ്റെ പ്രതിരോധ ശക്തിയായിരിക്കും അതിൻ്റെ നട്ടെല്ല്. അതിൽ അക്കാലത്ത് പ്രഥമ സ്ഥാനമാണ് കുതിരപ്പട്ടാളത്തിനുള്ളത്. ഏറ്റവും മികച്ചതും ഉത്തമ ലക്ഷണങ്ങളോട് കൂടിയതുമായി കുതിരപ്പട്ടാളം കഴിവതും സജ്ജമാക്കുക എന്നത് അടുത്ത കാലം വരെ ഭരണാധികാരികളുടെ പതിവായിരുന്നു. യുദ്ധായുധങ്ങൾ യന്ത്രവൽക്കരിക്കപ്പെട്ടതോടുകൂടിയാണ് കുതിരപ്പട്ടാളത്തിന് സ്ഥാനം കുറഞ്ഞു വന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ പട്ടാളത്തിലുണ്ടായിരുന്ന വളരെ മേത്തരം കുതിരപ്പട്ടാളത്തിൻ്റെ ഒരു പ്രദർശനത്തെക്കുറിച്ചാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അതിവേഗത്തിൽ കുതിച്ചോടുന്ന മുന്തിയ തരം കുതിരകൾക്കാണ് അൽ ജിയാദ് എന്ന് പറയുന്നത്. ഒരു കാൽ അല്പമൊന്ന് പൊക്കിക്കൊണ്ട് 3 കാലിൽ ഊന്നി നിൽക്കുക മേത്തരം കുതിരകളുടെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് അവയെ അസ്വാഫിനാത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. സൂറത്തുൽ ആദിയാത്തിൽ നല്ല തരം കുതിരപ്പട്ടാളത്തെക്കുറിച്ച് അള്ളാഹു വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. കിതച്ചുകൊണ്ട് കുതിച്ചോടുന്നവ, അങ്ങനെ തീപ്പൊരി പറപ്പിക്കുന്നവ. വൽ ആദിയാത്തി ലൊബഹ ഫൽമൂരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബഹ ഫഅഥർന ബിഹി നഖഅ ഫവസതുന ബിഹി ജംഅ എന്നെല്ലാം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പ്രഭാതത്തിൽ ചെന്ന് ആക്രമണം നടത്തുന്നവ, എന്നിട്ട് അവ പൊടിപടലം ഇളക്കിവിടുന്നു, അങ്ങനെ ശത്രു സംഘത്തിന് മധ്യത്തിൽ പ്രവേശിക്കുന്നു എന്നെല്ലാം അള്ളാഹു കുതിരകളെ വിശേഷിപ്പിക്കുന്നത് കാണാം. സത്യത്തിൻ്റെ എതിരാളികളിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള അക്രമങ്ങളെ നേരിടുവാനും അവയെ നിലക്ക് നിർത്തുവാനും വേണ്ടി സത്യത്തിൻ്റെ അനുയായികൾ ശക്തി സജ്ജീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണർത്തുകയും അതിലേക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയുമാണ് ഇത്തരം ഖുർആൻ വചനങ്ങൾ ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്ന സംഭവം ഖുർആൻ വ്യാഖ്യാതാക്കൾ 2 തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവയിൽ കൂടുതൽ ശരിയായതും ഖുർആനിൻ്റെ വാക്കുകളോട് കൂടുതൽ യോജിപ്പുള്ളതുമായി കാണുന്ന വ്യാഖ്യാനം ഇതാണ്. ഒരു ദിവസം വൈകുന്നേരം സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മേത്തരം കുതിരപ്പട്ടാളത്തിൻ്റെ ഒരു പ്രദർശനം നടത്തി. അതിവേഗം അവ കുതിച്ചു മുന്നോട്ട് നീങ്ങി. വളരെ ദൂരം പോയതുകൊണ്ടോ രാത്രി ഇരുട്ടുമൂടിയതുകൊണ്ടോ അതുമല്ലെങ്കിൽ അവയുടെ ശീഘ്രഗതിയാൽ പൊടിപടലം മൂടിയതുകൊണ്ടോ അവ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞുപോയി. കുതിരകളുടെ മേന്മയും അതിൻ്റെ നന്മയും അദ്ദേഹത്തെ സന്തുഷ്ടനാക്കി. കേവലം ഭൗതിക നേട്ടമെന്ന നിലക്കായിരുന്നില്ല അത്. അള്ളാഹു തനിക്ക് ചെയ്തു തന്ന അനുഗ്രഹവും സത്യവിശ്വാസത്തിൻ്റെ ശത്രുക്കൾക്കെതിരിൽ പ്രയോഗിക്കാനുള്ള ശക്തിയുമെന്ന നിലക്കായിരുന്നു അദ്ദേഹം അവയെ സ്നേഹിച്ചത്. ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ നിമിത്തം ഈ നന്മയോട്, ഈ കുതിരപ്പട്ടാളത്തോടുള്ള സ്നേഹം ഞാൻ വെച്ചു പുലർത്തുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. പിന്നീട് കുതിരകളെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം കൽപ്പന കൊടുത്തു. തിരിച്ചെത്തിയ ശേഷം സന്തോഷത്തോടെ സ്നേഹത്തോടെ അവയുടെ കാലിലും കഴുത്തിലും തൊട്ട് തടവിക്കൊണ്ടിരിക്കുകയും ചെയ്തു. സത്യത്തിൻ്റെ ശത്രുക്കൾക്കെതിരിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സത്യവിശ്വാസികൾ പൊതുവിലും ഭരണാധികാരികൾ പ്രത്യേകിച്ചും ഗൗനിക്കേണ്ട കാര്യമാണിത്. ഇത്തരം ശക്തി സംഭരണങ്ങളൊന്നും കേവലം ആർഭാടങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല, അള്ളാഹുവിൻ്റെ സ്മരണയാകുന്ന പുണ്യകർമ്മങ്ങളുടെ ഇനത്തിൽപ്പെട്ടതാണ്. അഥവാ ആ ലക്ഷ്യത്തോടും ഉദ്ദേശത്തോടും കൂടിയായിരിക്കണം അത് ചെയ്യേണ്ടത്. എന്നിങ്ങനെയുള്ള മാതൃകാ പാഠങ്ങളാണ് ഈ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടും പറയുന്നത് സൂറത്തു അൻഫാലിൻ്റെ 60-ാം വചനത്തിൽ നമുക്ക് കാണാം. വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈലി തുർഹിബൂന ബിഹി അദുവ്വല്ലാഹി വഅദുവ്വക്കും വആഖരീന മിൻ ദൂനിഹിം ലാ തഅലമൂനഹുമുല്ലാഹു യഅലമുഹും വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫീ സബീലില്ലാഹി യുവഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ. നിങ്ങൾ അവർക്ക് ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നത്ര ശക്തിയും കെട്ടിനിർത്തിയ കുതിരപ്പട്ടാളത്തെയും ഒരുക്കിക്കൊള്ളുക. അതുമൂലം അള്ളാഹുവിൻ്റെ ശത്രുവേയും നിങ്ങളുടെ ശത്രുവേയും അവർക്ക് പുറമെ നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത മറ്റു ചിലരെയും അവരെ അള്ളാഹു അറിയുന്നതാണ്. നിങ്ങൾ ഭയപ്പെടുത്താൻ വേണ്ടിയാണത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്തു തന്നെ ചെലവഴിച്ചാലും അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരപ്പെടുന്നതാണ്. നിങ്ങൾ ഒട്ടും അനീതി ചെയ്യപ്പെടുന്നതുമല്ല. സൂറത്തുൽ അൻഫാലിൻ്റെ 60-ാം വചനമാണിത്. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ വാഗ്ദാനം സത്യമാക്കിക്കൊണ്ടും ഒരാൾ കുതിരയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുടക്കി വെച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വെച്ചാൽ, അത് വയറ് നിറക്കുന്നതും ദാഹം തീർക്കുന്നതും കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതുമെല്ലാം അവൻ്റെ കർമ്മങ്ങളുടെ തൂക്കത്തിലുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം.
രണ്ടാമത്തെ വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയുന്നത് കുതിരപ്പട്ടാള പ്രദർശനത്തിൽ ശ്രദ്ധ മുഴുകിയത് നിമിത്തം സുലൈമാൻ നബി അലൈഹിസ്സലാം വൈകുന്നേരത്തെ നമസ്കാരം നിർവഹിക്കുന്ന കാര്യം മറന്നുപോയി. സൂര്യാസ്തമനത്തിന് ശേഷമാണ് അത് ഓർമ്മ വന്നത്. അതിനാൽ അവയെ തിരിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണക്ക് വിഘാതമായി തീർന്ന ആ കുതിരകളെ കഴുത്തും കാലും വെട്ടിയറുക്കുകയും മാംസം ദാനം ചെയ്യുകയും ചെയ്തു. ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി എന്ന വാക്യത്തിന് ഈ വ്യാഖ്യാനപ്രകാരം എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ വിട്ട് ഞാൻ കുതിരസമ്പത്താകുന്ന നന്മയോടുള്ള സ്നേഹം സ്വീകരിച്ചുപോയി എന്നർത്ഥമായിരിക്കും. അഥവാ ഇവയോടുള്ള പ്രേമം നിമിത്തം അള്ളാഹുവിൻ്റെ സ്മരണ എനിക്ക് വിട്ടുപോയല്ലോ എന്ന് വ്യസനം പ്രകടമാക്കിയതുമായിരിക്കാം. കൂടാതെ ഫതുഫിഖ മസ്ഹം ബിസ്സൂഖി വൽ അനാഖ്, തണ്ടങ്കാലും പിരടിയും തടവുവാൻ തുടങ്ങി എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവയെ അറുത്തു കൊന്നു എന്നുമായിരിക്കാം. കേവലം അനുവദനീയമെങ്കിലും ഐഹിക വിഭവങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നിമിത്തം അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കാൻ വിട്ടുപോയതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അദ്ദേഹം ആ കുതിരകളെ ബലിയർപ്പിച്ച് ദാനം ചെയ്തുവെന്നുമാണ് ഈ വ്യാഖ്യാനത്തിൻ്റെ ചുരുക്കം. ഈ വ്യാഖ്യാനത്തിൻ്റെ അനുബന്ധങ്ങളായി ഒട്ടും വിശ്വാസയോഗ്യമല്ലാത്ത മറ്റു ചില വിശദീകരണങ്ങളും പ്രസ്താവനകളും വേറെയും കാണാമെങ്കിലും മുഫസ്സിറുകളിൽ അധികം ആളുകളും പ്രസ്താവിച്ച് കാണുന്നത് ഇതാണ്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം ഇമാം ഇബ്നു ജരീർ റഹിമഹുല്ല, ഇമാം റാസി റഹിമഹുല്ല മുതലായവർ തള്ളിക്കളയുകയും ആദ്യത്തെ വ്യാഖ്യാനമാണ് ശരി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആയത്തിലെ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യുക്തമായ ന്യായങ്ങൾ സമർത്ഥിച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ല ഇവിടെ നീണ്ട പ്രസ്താവന തന്നെ ചെയ്തിട്ടുണ്ട്. ദൈർഘ്യഭയം നിമിത്തം അതിവിടെ ഉദ്ധരിക്കുന്നില്ല. ഒരു ജീവിയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോയതുകൊണ്ട് നമസ്കരിക്കാൻ വിട്ടുപോയി എന്നല്ലാത്ത മറ്റൊരു കാരണവും കൂടാതെ നിരപരാധികളായ ജീവികളെ വെട്ടിയർത്ത് ശിക്ഷിക്കാനും തൻ്റെ സ്വത്ത് നശിപ്പിക്കാനും അദ്ദേഹം തയ്യാറാവുവാൻ സാധ്യതയില്ല എന്നാണ് ഇമാം ഇബ്നു ജരീർ റഹിമഹുല്ല പറയുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ല ഈ സംഭവത്തെപ്പറ്റി വന്നിട്ടുള്ള പല പ്രസ്താവനകളും ഉദ്ധരിക്കുകയും അവയുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇബ്നു ജരീർ റഹിമഹുല്ല പ്രസ്താവിച്ച ആ ന്യായം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമില്ല. അതിൽ അല്പം ആലോചിക്കാനുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഒരു പക്ഷേ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കാലത്തുള്ള നിയമത്തിന് അത് എതിരായിരുന്നില്ലെന്നും വരാം. നമസ്കാരത്തിന് മുടക്കം വരുത്തിയ സ്ഥിതിക്ക് അള്ളാഹുവിനു വേണ്ടിയുള്ള രോഷമെന്ന നിലക്ക് പ്രത്യേകിച്ചും ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. കുതിരകളെ അറുക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നവർ അവയെ അദ്ദേഹം വെട്ടി നശിപ്പിച്ചു എന്നല്ല, അറുത്ത് മാംസം ദാനം ചെയ്തു എന്നാണ് പറയുന്നതെന്നും ഇതും ഇബ്നു കസീർ റഹിമഹുല്ലയുടെ സംശയത്തിന് കാരണമായിരിക്കുന്നതാണ്. അള്ളാഹുവിനറിയാം. അതേസമയത്ത് കാലു പിരടിയും തടവുവാൻ തുടങ്ങി എന്ന വാക്യത്തിന് കാലിൻ്റെ ഞരമ്പറുക്കുകയും കഴുത്ത് വെട്ടുകയുമാണ് ഉദ്ദേശമെന്ന് വെക്കുവാനും പ്രയാസമുണ്ട്. ഇങ്ങനെയുള്ള ചില കാരണങ്ങളും ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ശരിയെന്നും സ്ഥാപിക്കുന്നതിന് മതിയായ തെളിവില്ലാത്തതും നിമിത്തം അല്ലാമ സയ്യിദ് ഖുതുബിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഒന്നും പറയാതെ മൗനം അവലംബിച്ചിരിക്കുകയാണ്. അടുത്ത ആയത്തുകളുടെ വിവരണത്തിൽ ഇദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ നാം ഉദ്ധരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെപ്പറ്റി ഉറച്ചൊരു തീരുമാനമെടുക്കുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ടുള്ളത് സയ്യിദ് ഖുതുബിൻ്റെ നയമാണെന്നും ഒരു തീരുമാനം സ്വീകരിക്കുന്ന പക്ഷം ഒന്നാമത്തെ വ്യാഖ്യാനം സ്വീകരിക്കുകയാണ് വേണ്ടതെന്നുമാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. വലഖദ് ഫതന്നാ സുലൈമാന വഅൽഖൈനാ അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ്. സുലൈമാനെ നാം പരീക്ഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പീഠത്തിന്മേൽ സിംഹാസനത്തിൽ നാം ഒരു ശരീരത്തെ ഇടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങി വിനയപ്പെട്ടു. ഖാല റബ്ബി ഗ്ഫിർ ലീ വഹബ് ലീ മുൽകൻ ലാ യൻബഗി ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. അദ്ദേഹം പറഞ്ഞു, രക്ഷിതാവേ, എനിക്ക് പുറത്തു തരയണമേ. എൻ്റെ ശേഷം ഒരാൾക്കും യോജിക്കാത്ത അഥവാ സൗകര്യപ്പെടാത്തൊരു രാജ്യത്വം നീ എനിക്ക് പ്രദാനം ചെയ്യുകയും വേണമേ. നിശ്ചയമായും നീയത്രേ മഹാദാനശീലനായുള്ളവൻ. فسخرنا له الريح تجري بأمره رخاء حيث أصاب. അപ്പോൾ അദ്ദേഹത്തിന് നാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹം ഉന്നം വെച്ചിടത്തേക്ക് സൗമ്യമായ നിലയിൽ നിഷ്പ്രയാസം സഞ്ചരിക്കുമായിരുന്നു. റുഹാൻ എന്ന വാക്കിനർത്ഥം മാർദ്ദവമായ നിലയിൽ, സൗമ്യമായി എന്നാണ്. എല്ലാവിധ കെട്ടിട നിർമ്മാണക്കാരും
സമുദ്രത്തിൽ മുങ്ങൽക്കാരുമായ പിശാചുക്കളെയും കീഴ്പ്പെടുത്തിക്കൊടുത്തു. ബന്നാ എന്ന വാക്കിനർത്ഥം കെട്ടിട നിർമ്മാണക്കാർ എന്നാണ്. ഗവ്വാസ് എന്നാൽ മുങ്ങൽ വിദഗ്ധർ എന്നുമാണ് അർത്ഥം. وآخرين مقرنين في الأكفاد. വിലങ്ങുകളിൽ ചങ്ങലകളിൽ കൂട്ടി ബന്ധിക്കപ്പെട്ടിരുന്ന മറ്റു ചിലരെയും കീഴ്പ്പെടുത്തിക്കൊടുത്തു. മുഖറനീൻ എന്നാൽ ബന്ധിക്കപ്പെട്ട, അസ്ഫാദി എന്നാൽ വിലങ്ങുകൾ എന്നുമാണ് അർത്ഥം. ദാവൂദ് അലൈഹിസ്സലാം ഒരു പരീക്ഷണത്തിന് വിധേയനായ സംഭവം മുമ്പ് പറഞ്ഞു. അതുപോലെ സുലൈമാൻ അലൈഹിസ്സലാമും ഒരു പരീക്ഷണത്തിന് വിധേയനായ കഥയാണ് ഈ വചനങ്ങളിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ആ പരീക്ഷണത്തെ തുടർന്ന് അദ്ദേഹം പാപമോചനത്തിനു വേണ്ടിയും ചില പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുവെന്നും അങ്ങനെ മറ്റാർക്കും സിദ്ധിക്കാത്ത ചില പ്രത്യേക അനുഗ്രഹങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയെന്നും പ്രസ്താവിക്കുന്നു. പരീക്ഷണത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെയും വിശദമായി വിസ്തരിക്കുന്നില്ല. വഅൽഖൈന അലാ കുർസിയിഹി ജസദ, അദ്ദേഹത്തിൻ്റെ സിംഹാസന പീഠത്തിനു മേൽ നാം ഒരു ശരീരത്തെ ഇടുകയും ചെയ്തു എന്ന് മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. ജീവനില്ലാത്ത ശരീരം അഥവാ ജഡമെന്നാണ് ജസദി എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ ശരീരം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്ന് നിർണയിക്കത്തക്ക തെളിവുകളൊന്നുമില്ല. പക്ഷേ ഈ സംഭവം മൂലം സുലൈമാൻ നബിയുടെ ഭരണത്തിന് ഹാനികരമായ എന്തോ ദോഷം സംഭവിക്കുവാൻ ഇടവന്നിട്ടുണ്ടെന്നും അതിനെ തുടർന്ന് അദ്ദേഹം അള്ളാഹുവിങ്കലേക്ക് വിനയാന്വിതനായി പ്രാർത്ഥിച്ചുവെന്നും അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് അവൻ അസാധാരണമായ ചില അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചുവെന്നും ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദാവൂദ് അലൈഹിസ്സലാമിനെ പറ്റി പ്രചരിക്കപ്പെട്ട കഥകളേക്കാൾ ഗുരുതരമായ കെട്ടുകഥകൾ പലതും സുലൈമാൻ അലൈഹിസ്സലാമിനെക്കുറിച്ചും പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞതുപോലെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് പോലും ന്യായീകരിക്കാൻ പാടില്ലാത്ത ആ കഥകൾ ഉദ്ധരിച്ച് നാം സമയം പാഴാക്കേണ്ടതില്ല. മറ്റു ചില തൽപര വ്യാഖ്യാതാക്കൾ ചെയ്തതുപോലെ ആ കഥകൾക്ക് പൊടിപ്പും തൊങ്ങലും വെച്ച് വിശദീകരിക്കുകയും എന്നിട്ട് അവയെ പൊതുവിലും ഖുർആൻ വ്യാഖ്യാതാക്കളുടെ മേൽ വെച്ച് കെട്ടി അവരെ ഗണ്ണിക്കുകയും അതിൻ്റെ വെളിച്ചത്തിലൂടെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് മാർഗം തെളിക്കുകയും ചെയ്തതാവാനും ആ രൂപത്തിലാവാനും നാം മുതിരുന്നില്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സിംഹാസന പീഠത്തിനുമേൽ അതിനു മുമ്പിൽ ഇട്ട ശരീരം കൊണ്ട് ഉദ്ദേശം എന്താണെന്നതിനെപ്പറ്റി പലരും പല വിധത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവയിൽ ഇമാം റാസി റഹിമഹുല്ല, അല്ലാമ ഹഖാനി റഹിമഹുല്ല മുതലായവർ ചിലരുടെ ഒരു അഭിപ്രായം ഒരുപക്ഷെ ശരിയായിരിക്കാൻ ഇടയുണ്ട്. ശക്തിയായ രോഗമോ മറ്റോ ബാധിച്ച് അവശനായി കിടക്കുന്ന ആളെപ്പറ്റി ജിസ്മുൻ ബില റൂഹിൻ, ജീവനില്ലാത്ത ശരീരം എന്ന അറബികൾ പറയാറുണ്ട്. അതുകൊണ്ട് ഭരണകാര്യങ്ങൾ വേണ്ടതുപോലെ നിർവഹിക്കാൻ കഴിയാതെ സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ അഥവാ രാജകീയ പീഠത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നതായിരിക്കാം ഇവിടെ ഉദ്ദേശമെന്നാണ് ആ അഭിപ്രായം. സുലൈമാൻ നബിക്ക് ജനിച്ചൊരു കുട്ടിയെ അദ്ദേഹത്തിൻ്റെ നിലപാടിന് യോജിക്കാത്ത വിധം സ്നേഹിക്കുകയും അതിനെപ്പറ്റി അതിയായ ജാഗ്രത കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുവെന്നും ആ കുട്ടി പെട്ടെന്നൊരിക്കൽ സിംഹാസനത്തിനുമേൽ മരിച്ചു കിടക്കുന്നതായി കണ്ടുവെന്നും അതാണ് ഇവിടെ പരീക്ഷണം കൊണ്ട് ഉദ്ദേശമെന്നും അല്ലാമ ഫരീദ് വജ്ദി റഹിമഹുല്ല പ്രസ്താവിച്ചതായി കാണുന്നു. വാസ്തവം എന്താണ് അള്ളാഹുവിനറിയാം. ഏതായാലും ആ പരീക്ഷണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണം കൂടുതൽ പ്രബലപ്പെടുകയും മറ്റാർക്കും ലഭിക്കാത്ത അനുഗ്രഹങ്ങളാൽ അദ്ദേഹം അനുഗ്രഹീതമാവുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ഈ പരീക്ഷണ സംഭവത്തെയും ഇതിനു മുമ്പ് പ്രസ്താവിക്കപ്പെട്ട കുതിരപ്പട്ടാള പ്രദർശനത്തെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സയ്യിദ് ഖുതുബ് പ്രസ്താവിച്ചിട്ടുള്ള ചില വാക്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. അവയെ ഇങ്ങനെ നമുക്ക് വായിക്കാം. മേത്തരങ്ങളായ കാലുപൊക്കി നിൽക്കുന്ന കുതിരകൾ അഥവാ അസ്വാഫിനാത്തുൽ ജിയാദ്, അതും സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ സിംഹാസന പീഠത്തിന്മേൽ ഇടപെട്ട ശരീരത്തെയും സംബന്ധിച്ചുള്ള സൂചനകളെ വിവരിക്കുന്ന പല വ്യാഖ്യാനങ്ങളും നിവേദനങ്ങളും ഉള്ളതിലൊന്നുപോലും എൻ്റെ മനസ്സിന് ആശ്വാസം നൽകിയിട്ടില്ല. അവ ഒന്നുകിൽ അസ്വീകാര്യമായ ഇസ്രായേലി വാർത്തകളോ അല്ലെങ്കിൽ പിൻബലമില്ലാത്ത വ്യാഖ്യാനങ്ങളോ ആയിരിക്കാം. ഈ രണ്ട് സംഭവത്തിൻ്റെയും പ്രകൃത സ്വഭാവം മനസ്സിലാക്കി സമാധാനമടയാൻ എനിക്ക് കഴിയുന്നില്ല. ആകയാൽ അതൊന്നും ഞാനിവിടെ ഉദ്ധരിക്കുന്നുമില്ല. രണ്ടിനും ഒരു രൂപം നൽകാൻ സഹായിക്കുന്ന പ്രബലമായൊരു പ്രമാണവും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ഹദീസ് മാത്രമുണ്ട്. അതാകട്ടെ സ്വതവേ നോക്കുമ്പോൾ പ്രബലമായത് തന്നെയാണെങ്കിലും ഈ സംഭവങ്ങളുമായി അതിന് കാര്യമായ ഒരു ബന്ധവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ചൊരു ഹദീസാണിത്. ഒരു രാത്രിയിൽ തൻ്റെ പല ഭാര്യമാരുടെ അടുക്കൽ താൻ ചെല്ലുമെന്നും അങ്ങനെ അവരെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യത്തക്ക ഓരോ കുതിരപ്പടയാളികളായ മകനെ പ്രസവിക്കുമെന്നും സുലൈമാൻ അലൈഹിസ്സലാം പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലെന്ന് പറഞ്ഞില്ല. എന്നാൽ ഒരു ഭാര്യയൊഴിച്ച് മറ്റാരും പ്രസവിച്ചില്ല. പ്രസവിച്ച കുട്ടിയാകട്ടെ ഒരു അപൂർണ ശിശുവായിരുന്നു. ഇൻഷാ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരിൽ നിന്നും ഓരോ കുതിരപ്പടയാളി ഉണ്ടാകുമായിരുന്നു. ഇതാണ് ഹദീസിൻ്റെ ആശയം.
ഈ ആയത്തുകളിൽ സൂചിപ്പിച്ച പരീക്ഷണം ഇതായിരിക്കുകയും സിംഹാസനത്തിന് മേലെ ഇടപെട്ട ശരീരമെന്ന് പറഞ്ഞത് ഈ അപൂർണ ശിശു ആയിരിക്കുകയും ചെയ്തേക്കാം. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നു മാത്രം. ഏറെക്കുറെ വ്യത്യസ്തമായ വാക്കുകളിലായി ഇമാം ബുഖാരി റഹിമഹുല്ല ആവർത്തിച്ച് റിവായത്ത് ചെയ്തിട്ടുള്ളതും ഇമാം മുസ്ലിം റഹിമഹുല്ല അടക്കം പലരും രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ സംഭവമാണ് ഈ ഹദീസ്. ഏത് സാഹചര്യത്തിലുള്ളതായാണെങ്കിലും ഏത് അനിഷ്ട ഫലങ്ങളുള്ളവയായാലും ശരി, ഏകഭാര്യ വ്രതം കൈവിടാതിരിക്കുകയും അതിനെതിരായി കാണുന്ന പ്രമാണങ്ങളെയും വ്യാഖ്യാനങ്ങളെയും ന്യായങ്ങളെയുമെല്ലാം പഴഞ്ചനാക്കി തള്ളുകയും ചെയ്യുന്ന അനിസ്ലാമിക സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങുന്ന ചില ആളുകൾ ഈ ഹദീസിനെ പുച്ഛഭാവത്തിൽ വീക്ഷിക്കുന്നത് കാണാം. മുൻകാലത്ത് നടപടിക്രമങ്ങളും പിൽക്കാലത്തെ നടപടിക്രമങ്ങളും ഒരേ മാനദണ്ഡം കൊണ്ടളക്കുകയും പ്രവാചകന്മാരുടെ പ്രത്യേക പദവികളും പരിതസ്ഥിതികളും ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ ഈ മനോഗതി അവരിൽ ഉണ്ടാക്കുന്നത്. മുൻകാല ചരിത്രങ്ങളും ബൈബിളിൻ്റെ പല പ്രസ്താവനകളും പരിശോധിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ധാർമ്മിക നിയമങ്ങളുടെയും ലൈംഗിക അതിർവരമ്പുകളുടെയും അതിർത്തി ലംഘനം എവിടെ കൂടുതൽ നടമാടുന്നുവോ അവിടെ ഏകഭാര്യാവ്രതത്തിൻ്റെ ആധുനിക സ്വരവും കൂടുതൽ പ്രചാരത്തിലുണ്ടെന്നുള്ളതാണ് വലിയ അത്ഭുതം. കുതിരകളെ വാളുകൊണ്ട് വെട്ടി അറുത്തുവെന്നും അതല്ല കൈകൊണ്ട് തൊട്ടു തടവിയെന്നുമുള്ള റിവായത്തുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സയ്യിദ് ഖുതുബ് തുടരുന്നു. രണ്ട് റിവായത്തുകൾക്കും തെളിവില്ല. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് രണ്ട് സംഭവത്തെക്കുറിച്ചും ഒന്നും സ്ഥാപിച്ചു പറയുവാൻ സാധ്യമല്ല. ഇവിടെ പറയാനുള്ളത് ഇത് മാത്രമാണ്: അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നേർക്ക് നയിക്കുന്നതിനും അവർക്ക് മാർഗദർശനം നൽകുന്നതിനും അവരുടെ കാൽ വഴുതാതിരിക്കേണ്ടതിനുമായി അള്ളാഹു അവർക്ക് ചില പരീക്ഷണങ്ങൾ നൽകാറുള്ളതുപോലെ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ഭരണാധികാരത്തെയും രാജപദവിയെയും സംബന്ധിക്കുന്ന എന്തോ വിഷയത്തിൽ അദ്ദേഹത്തിന് ചില പരീക്ഷണങ്ങൾ നേരിട്ടു. സുലൈമാൻ അലൈഹിസ്സലാം റബ്ബിങ്കലേക്ക് വിനയപ്പെടുകയും അവനിൽ അർപ്പിച്ചുകൊണ്ട് പാപമോചനത്തിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിൻ്റെ ഫി ളിലാലിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു. പരീക്ഷണ സംഭവത്തെ തുടർന്ന് സുലൈമാൻ അലൈഹിസ്സലാം പാപമോചനം തേടിയതിനെ കഥാകാരന്മാർ ചൂഷണം ചെയ്യാറുണ്ട്. കഥകളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തപ്പെട്ട പാപങ്ങൾ അദ്ദേഹം ചെയ്തു എന്നതിന് തെളിവായി അവർ ഈ സംഗതി ഉദ്ധരിക്കുന്നത് കാണാം. കഥകൾ മിക്കവാറും വേദക്കാരിൽ നിന്ന് പകർന്നതും തത്വദീക്ഷയില്ലാത്തവർ പ്രചരിപ്പിച്ചതുമാണ്. വേദക്കാരാണെങ്കിൽ പാപവും നീചവൃത്തിയും ചെയ്യുന്ന കാര്യത്തിൽ പ്രവാചകന്മാരും അല്ലാത്തവരും അവരുടെ ദൃഷ്ടിയിൽ ഒരുപോലെയാണ്. ഹിന്ദു മതക്കാരുടെ സ്ഥിതിയും ഇതുപോലെ തന്നെ. അതേസമയത്ത് വേദക്കാരിൽ ഒരു വിഭാഗക്കാർ സുലൈമാൻ അലൈഹിസ്സലാമിനെ പ്രവാചകനായി ഗണിക്കുന്നു പോലുമില്ല. കഥാകാരന്മാരാകട്ടെ അവർക്ക് സത്യത്തിൻ്റെയോ സംഭവ്യതയുടെയോ പ്രശ്നമില്ല. കേട്ടാൽ അതിശയോക്തിയും കൗതുകവും ഉണ്ടോ എന്നേ അവർ ആലോചിക്കുന്നുള്ളൂ. വേദക്കാരിൽ നിന്ന് കേട്ടതെല്ലാം ശരിയായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട്. മഹാന്മാരായ ആളുകളെപ്പറ്റി പ്രവാചകന്മാർ പ്രത്യേകിച്ചും അവർ പാപമോചനം തേടിയവരാണെന്നോ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തുവെന്നോ പറഞ്ഞു കാണുമ്പോഴേക്കും വാസ്തവത്തിൽ അവർ വമ്പിച്ച തെറ്റുകുറ്റങ്ങൾ ചെയ്തിരിക്കാമെന്ന് വിശ്വസിക്കുവാൻ പാടില്ലാത്തതാണ്. വ്യക്തികളുടെ നിലപാടുകളും സ്ഥിതിഗതികളും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പാപങ്ങളുടെ ഗൗരവം കണക്കാക്കുന്നത്. സാധാരണക്കാരായ ആളുകളെ അപേക്ഷിച്ചും അവരുടെ ദൃഷ്ടിയിലും കേവലം അനുവദനീയമായൊരു കാര്യം മഹാനായ ഒരാളെ അപേക്ഷിച്ചും അയാളുടെ ദൃഷ്ടിയിലും ഒരു മഹാപാപമെന്ന പോലെ ഗണിക്കപ്പെട്ടേക്കാം. നമ്മുടെ പരിചയത്തിൽ തന്നെ ഇതിന് ഉദാഹരണങ്ങൾ കാണാം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഈ വസ്തുത മനസ്സിലാക്കാനാവുന്നതുമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പാപം ചെയ്തതുകൊണ്ടാണ് പാപമോചനം തേടേണ്ടി വന്നതെന്ന് വാദിക്കുന്നവർക്ക് മറുപടിയായി ഇമാം റാസി റഹിമഹുല്ല പറയുന്നുണ്ട്: ഏറ്റവും നല്ലതും കൂടുതൽ വേണ്ടപ്പെട്ടതുമായ കാര്യങ്ങൾ വിട്ടുകളയുന്നതിൽ നിന്ന് മനുഷ്യൻ പരിശുദ്ധനായെന്ന് വരില്ല. അന്നേരം അവൻ പാപമോചനം തേടുന്നതും ആവശ്യമായിത്തീരുന്നു. ഹസനാത്തുൽ അബ്റാറി സയ്യിആത്തുൽ മുഖറബീൻ. സജ്ജനങ്ങളായുള്ളവരുടെ നന്മകൾ സാമീപ്യം സിദ്ധിച്ചവരുടെ തിന്മകളായിരിക്കും എന്നുണ്ടല്ലോ. അഥവാ സാധാരണ നിലക്ക് സജ്ജനങ്ങളായി ഗണിക്കപ്പെടുന്ന ആളുകൾ നന്മയായി ഗണിച്ചു വരാറുള്ള ചില കാര്യങ്ങൾ പോലും അവരെക്കാൾ അള്ളാഹുവുമായി അടുപ്പമുള്ള മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം തിന്മകളായി ഗണിക്കപ്പെട്ടേക്കാമെന്നാണ് ഈ ആപ്തവാക്യത്തിൻ്റെ സാരം. മാത്രമല്ല, സ്വന്തം നിലയെ തരം താഴ്ത്തിക്കെട്ടുകയും വിനയവും താഴ്മയും പ്രകടമാക്കുകയും ചെയ്യുന്നവരായിരിക്കും അവർ, അഥവാ സാമീപ്യം സിദ്ധിച്ചവർ. ഇതനുസരിച്ചാണ് ഞാൻ ദിനം പ്രതി 70 പ്രാവശ്യം അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഇമാം റാസി റഹിമഹുല്ല വിശദീകരിക്കുന്നതാണിത്. വളരെ പ്രസിദ്ധമായൊരു നബിവചനമാണിത്. പല റിവായത്തുകളിലുമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വചനത്തിൻ്റെ ആശയം ഇതാണ്: പാപരഹിതനായ ഞാൻ പോലും ദിനം പ്രതി 70 അതിലധികവും പ്രാവശ്യം അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവനോട് എപ്പോഴും പാപമോചനം തേടി പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കണം. സുലൈമാൻ അലൈഹിസ്സലാമിനുണ്ടായ പരീക്ഷണം എങ്ങനെയുള്ളതായിരുന്നാലും ശരി, അത് അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ഏതോ തരത്തിൽ ബാധിച്ചിരിക്കുന്നുവെന്നത് തീർച്ചയാണ്.
അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് വന്നുപോയ വീഴ്ചയിൽ അദ്ദേഹം പശ്ചാത്തപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ രാജപദവിയും ഭരണക്രമവും സാധാരണ രാജാക്കളുടേതുപോലെയുള്ളതല്ല. അദ്ദേഹം ഒരു നബിയും റസൂലും കൂടിയാണ്. ആ നിലക്ക് തൗഹീദിൻ്റെയും സത്യമതത്തിൻ്റെയും പ്രബോധനത്തിനും പ്രചാരണത്തിനും ആ രാജത്വത്തെയും പ്രതാപത്തെയും അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടതുണ്ട്. അഥവാ അതിൻ്റെ ലക്ഷ്യം തന്നെ അതായിരിക്കും. അന്നത്തെ ജനസമുദായങ്ങളുടെയും അയൽ രാജ്യങ്ങളുടെയും സ്ഥിതിഗതികളും ചുറ്റുപാടുകളും പരിഗണിക്കുമ്പോൾ വിശേഷിച്ചും പ്രസ്തുത ലക്ഷ്യം നിറവേറേണ്ടതിന് തൻ്റെ ആധിപത്യം കൂടുതൽ പ്രബലവും അനുഗ്രഹീതവുമാകേണ്ടതുണ്ട്. അതിനാൽ പാപമോചനം തേടുന്നതോടൊപ്പം തന്നെ തൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. ആ ആധിപത്യം സാധാരണ പോലെയുള്ള ഭൗതിക ശക്തികളാൽ മാത്രം സജ്ജീകരിക്കപ്പെട്ടതായാൽ പോരാ, സാധാരണ രാഷ്ട്രങ്ങൾക്കില്ലാത്ത ചില ദൈവിക സവിശേഷതകളാൽ സുദൃഢമാക്കപ്പെട്ടത് കൂടിയായിരിക്കണം എന്ന് അദ്ദേഹം ആശിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഗഫിർലി വഹബുലി മുൽക്കൻ, അള്ളാഹുവേ റബ്ബേ എനിക്ക് പുറത്തു തരയണമേ, എൻ്റെ ശേഷം ഒരാൾക്കും സൗകര്യപ്പെടാത്ത ഒരു രാജാധിപത്യം എനിക്ക് പ്രദാനം ചെയ്യുകയും വേണമേ. ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം വമ്പിച്ച ഒരു ഭൗതിക രാഷ്ട്രമല്ല, അനുഗ്രഹീതമായ ഒരു ദൈവിക ഭരണമാണെന്ന് പറയേണ്ടതില്ല. രാജ്യത്വവും പ്രവാചകത്വവും സമ്മേളിച്ച ഒരു പ്രബല രാഷ്ട്രമോ രാജകുടുംബമോ വേറെ ഉള്ളതായി ഖുർആൻ മുഖേന അറിയപ്പെട്ടിട്ടുമില്ല. സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയുടെ സാരം തൻ്റെ ശേഷം മറ്റാർക്കും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രം വേണമെന്നല്ല, മറ്റാർക്കും പിടിച്ചടക്കുവാൻ സാധ്യമാകാത്തവണ്ണം അത് പ്രബലമായിരിക്കണമെന്നാണ് ചിലർ ധരിച്ചു വരുന്നത്. ഇത് ശരിയല്ല. ഖുർആനും നബിവചനവും ഈ ധാരണ തെറ്റാണെന്ന് കാണിക്കുന്നു. ഈ പ്രാർത്ഥന സ്വീകരിച്ചതിനെപ്പറ്റി അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞ വാചകം നോക്കുക. അപ്പോൾ അദ്ദേഹത്തിന് നാം തൻ്റെ കൽപ്പനപ്രകാരം സഞ്ചരിക്കുന്ന കാറ്റിനെയും കെട്ടിട നിർമ്മാണവും മുങ്ങലും നടത്തുന്ന പിശാചുക്കളെയും കീഴ്പ്പെടുത്തിക്കൊടുത്തു എന്നാണ്. ഫസഖർന ലഹുരീഹ എന്ന ആയത്ത് സൂചിപ്പിക്കുന്നത് അതാണ്. ഈ രണ്ട് കാര്യവും മറ്റാർക്കും സിദ്ധിക്കാത്തതാണെന്നും സുലൈമാൻ അലൈഹിസ്സലാമിന് മാത്രം ഈ പ്രാർത്ഥനയെ തുടർന്ന് ലഭിച്ചതാണെന്നും വ്യക്തമാണ്. കൂടാതെ ലി അഹദിൻ മിൻ ബഅദി, എൻ്റെ ശേഷം ഒരാൾക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. അദ്ദേഹത്തിൻ്റെ ശേഷം ഇങ്ങനെയുള്ള പ്രത്യേകതകൾ മറ്റാർക്കും ലഭിച്ചിട്ടില്ല എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രം അദ്ദേഹത്തിനു ശേഷം ഇന്നേ വരെ ആർക്കും പിടിച്ചടക്കാൻ സാധിച്ചിട്ടില്ല എന്നാരെങ്കിലും പറയാൻ ധൈര്യപ്പെടുമോ? അദ്ദേഹത്തിൻ്റെ കാലശേഷം ഏറെ താമസിയാതെ തന്നെ ആ രാഷ്ട്രം ദുർബലമാവുകയും അന്യാധീനപ്പെടുകയും ഉണ്ടായത് ഒരു ചരിത്ര സത്യമാണ്. മറ്റാർക്കും ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക സ്ഥാനം എൻ്റെ രാഷ്ട്രത്തിന് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു ധിക്കാരമോ അസൂയയോ ആയി വല്ലവരും കരുതുന്നുണ്ടെങ്കിൽ അതിന് സുലൈമാൻ അലൈഹിസ്സലാമിനെ പ്രേരിപ്പിച്ച മുകളിൽ ചൂണ്ടിക്കാട്ടിയ പരിതസ്ഥിതികൾ വിലയിരുത്താത്തതുകൊണ്ടോ ഭൗതിക വീക്ഷണത്തിൽ കൂടി മാത്രം ആ പ്രാർത്ഥന വിലയിരുത്തിയതുകൊണ്ടോ ആയിരിക്കുമത്. തൻ്റെ ശേഷം മറ്റാർക്കും പിടിച്ചടക്കാൻ സാധ്യമാകാത്ത രാഷ്ട്രമാണ് സുലൈമാൻ അലൈഹിസ്സലാം ചോദിച്ചതെന്ന വ്യാഖ്യാനം ശരിയല്ലെന്ന് മേൽ കണ്ടതുപോലുള്ള കാരണങ്ങൾ സഹിതം പ്രധാനപ്പെട്ട പല വ്യാഖ്യാതാക്കളും പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നു, തൻ്റെ സിംഹാസന പീഠത്തിൽ ഇടപെട്ട ആ ശരീരത്തിൻ്റെ സംഭവത്തിൽ നിന്ന് ഉണ്ടായതുപോലെ ഇനിമേൽ ഒരാൾക്കും പിടിച്ചു പറ്റുവാൻ ഇടയാകാത്തത് എന്നാണ് ആ പ്രാർത്ഥനയുടെ സാരം. അഥവാ തൻ്റെ ശേഷം ആർക്കും ലഭിക്കാൻ വഴിയില്ലാത്തത് എന്നല്ല അതിൻ്റെ ഉദ്ദേശമെന്നാണ് ചിലർ പറയുന്നത്. വാസ്തവത്തിൽ തൻ്റെ ശേഷം യാതൊരാൾക്കും തൻ്റേതുപോലെ ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു രാജത്വമാണ് അദ്ദേഹം ചോദിച്ചതെന്നുള്ളതാണ് ശരി. ആയത്തിലെ വാചകഘടന അറിയിക്കുന്നതും അതാണ്. പല മാർഗങ്ങളിൽ കൂടി പ്രബലമായ പല ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ല അത് വിശദീകരിക്കുന്നുണ്ട്. തുടർന്നുകൊണ്ട് ഇതിന് തെളിവായ പല ഹദീസുകളും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അവയിൽ ഒന്നാമത്തേത് ഇമാം ബുഖാരി റഹിമഹുല്ല തുടങ്ങിയ പലരും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാകുന്നു. ഒരു രാത്രി ഒരു ഭൂതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കുതറിച്ചാടുവാൻ ഉദ്ദേശിച്ചുവെന്നും ജനങ്ങൾ കാണുമാറ് അവനെ തൂണിൽ പിടിച്ചു കെട്ടുവാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതിയെന്നും പക്ഷേ സഹോദരനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ഈ പ്രാർത്ഥന ഓർത്ത് അവനെ വിട്ടയച്ചെന്നുമാണ് ഹദീസിൻ്റെ ചുരുക്കം. അപ്പോൾ ജിന്നുകളെയും പിശാചുക്കളെയും മറ്റും കീഴ്പ്പെടുത്തി കൊടുക്കപ്പെട്ട പ്രത്യേകതയായിരുന്നു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനാ ഫലമായി ലഭിച്ചിരുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ല ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായിക്കൊണ്ട് തഫ്സീറിൻ്റെ വിഭാഗത്തിലും അല്ലാതെയും ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു. ഇതും പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ വിഷയകമായി കൂടുതൽ വിവരം സൂറത്തു അൻ-നംലിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ അമാനി മൗലവി റഹിമഹുല്ല വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ പൂർണ്ണ രൂപവും അവിടെ കാണാം. മൂസാ നബി അലിഹിസ്സലാം
ഈസാ നബി അലൈഹിസ്സലാം മുതലായവർക്ക് ചില പ്രത്യേക അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അഥവാ അൽ മുഅ്ജിസാത്ത് നൽകപ്പെട്ടിരുന്നത് പോലെ സുലൈമാൻ നബിക്ക് മാത്രം സിദ്ധിച്ച 2 അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കൂടിയായിരുന്നു കാറ്റിനെയും ജിന്നുവർഗത്തെയും അധീനപ്പെടുത്തി കൊടുത്തത്. ഇവയെപ്പറ്റിയും പിശാചുക്കളുടെ പ്രവൃത്തിയെപ്പറ്റിയും സൂറത്തുൽ അംബിയാ 81-82 വചനങ്ങളിലും സൂറത്തു സബ 12-13 വചനങ്ങളിലും അവയുടെ വിവരണങ്ങളിലും അമാനി മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ല. കാറ്റിൻ്റെ വേഗതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആസിഫത്ത് ശക്തിയായി അടിച്ചു വീശുന്നത് എന്ന് സൂറത്തുൽ അംബിയായിൽ ഈ കാറ്റിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ റുഹാ സൗമ്യമായത് എന്ന് വിശേഷിപ്പിച്ചത് അതിൻ്റെ സൗകര്യപ്രദമായ ശാന്തതയെയും കുറിക്കുന്നു. ജിന്നുവർഗത്തിൽപ്പെട്ട ദുഷിച്ച വിഭാഗത്തിനാണ് പിശാചുക്കൾ അശയാത്തുയിൻ എന്ന് പറയുന്നത്. ഈ പിശാചുക്കളുടെ കൂട്ടത്തിൽ അനുസരണമില്ലാത്ത ധിക്കാരശീലന്മാരെക്കുറിച്ചായിരിക്കാം വആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ് വിലങ്ങുകളിൽ ബന്ധിക്കപ്പെട്ട മറ്റു ചിലരും എന്ന് അള്ളാഹു വിശദീകരിക്കുന്നത്. ആ പിശാചുക്കളെ ബന്ധിച്ചിരുന്ന വിലങ്ങു ചങ്ങലകൾ എപ്രകാരമുള്ളതാണെന്ന് നമുക്കറിയില്ല. പിശാചുക്കൾ നമ്മുടെ കാഴ്ചക്ക് അതീതരായതുകൊണ്ട് അവരുടെ പ്രകൃതിക്കനുസരിച്ച് ഏതോ തരം വിലങ്ങുകളായിരിക്കും അവ എന്നു പറയാനേ നിവൃത്തിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട ഭൂതത്തിനെ പള്ളിയുടെ തൂണിൽ ബന്ധിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതിയതായി നാം ഹദീസിൽ കണ്ടു. ചില പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയുണ്ടായെങ്കിലും സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിങ്കൽ എത്രമാത്രം ആദരണീയനാണെന്ന് അടുത്ത വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നു: